കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളെയാണ് GST എന്ന് പറയുന്നത് ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്, എല്ലാ ആളുകളും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ആളുകളും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാക്കിയെങ്കിലും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാ ആളുകളും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഏതൊക്കെ ആളുകളാണ് GST എടുക്കേണ്ടത്? നിർബന്ധമായിട്ട് എടുക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? ഇനി GST എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡിഫറെന്റ് ടൈപ്പുകൾ ഡിസ്കസ് ചെയ്യാം. പറ്റുമെങ്കിൽ GST രജിസ്ട്രേഷന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാം. അതോട് ഇന്നത്തോടു കൂടി ഡൗട്ട് ചോദിച്ചോട്ടെ? ആ സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സർ പറഞ്ഞില്ലേ വാറ്റ് അല്ല, പിന്നെ പെട്രോളിന്റെ വിലയും പിന്നെ ഗ്യാസ് അത് ഗവൺമെന്റിന് ലാഭം ഉണ്ടാവുന്നത് കൊണ്ടാണ്, മൊത്തം ലാഭമാണ് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റത്തെ എൻഡ് ഭാഗം ഞാൻ കണ്ടില്ല. പക്ഷെ ഫസ്റ്റ് ഭാഗത്തില് സർ പറഞ്ഞ് ബാക്കി എല്ലാത്തിനും GST ഉൾപ്പെടുത്തി. അതൊക്കെ ഗവൺമെന്റിന് പോകുന്ന വരുമാനമാണ് ഈ GST, CGST ആയിട്ടും അതേ സ്ഥാനത്ത് പെട്രോളിനും മദ്യത്തിനും പിന്നെ കംപ്ലീറ്റ് വില കൂട്ടുന്നില്ല. അപ്പൊ അല്ല, വില കൂട്ടുന്നു പക്ഷെ GST ഇല്ല. അപ്പോ വലിയ ടാക്സ് അതിനകത്ത് വരുന്നുണ്ട്, സെൻട്രലിന്റെ ടാക്സും സ്റ്റേറ്റിന്റെ ടാക്സും. അപ്പോ ഇനി അവര് ടാക്സ് ഇട്ടില്ലെങ്കിലും ഇത് ഗവൺമെന്റിനല്ലേ പോകുന്നത്. ഇനി ഇട്ടാലും അത് ഗുണം തന്നെയല്ലേ ഉള്ളൂ. ഇട്ടില്ലെങ്കിലും ഗവൺമെന്റിനല്ലേ കിട്ടാം. ഗവൺമെന്റിന് ഗുണമുണ്ട്. ഫസ്റ്റ് മാഡം, അതായത് ടാക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗവൺമെന്റിന് ഗുണം എന്ന് പറയും. പക്ഷെ GSTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് നഷ്ടമാണ്. കാരണം GSTയുടെ ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 28%. 28% എടുത്താൽ 14% കേന്ദ്രത്തിന് കിട്ടും, 14% സ്റ്റേറ്റിന് കിട്ടും. അത് ഗവൺമെന്റ് ഇപ്പൊ നിലവിൽ 30-36% സ്റ്റേറ്റിന് കിട്ടുന്നുണ്ട്, 36% കേന്ദ്രത്തിനുണ്ട്. GST അല്ലാത്ത മറ്റു ടാക്സുകൾ. ഏതാ ലാഭം? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാ ലാഭം? 36 മാറ്റിയിട്ട് ഒരു 14 മതി എന്ന് അവർ സാറ്റിസ്ഫൈ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മാഡം? ഓക്കെ. അപ്പം ഇനി ശ്രദ്ധിക്കാം, നമ്മൾ അതിലേക്ക് വരാം. അന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോവാം. എല്ലാം ആക്ട് അങ്ങനെ തന്നെ നേരിട്ട് പറയത്തില്ല. കാരണം നേരിട്ട് പറയാത്തതിന് കാരണം ഇതിൽ സാധാരണക്കാരുണ്ട്. എനിക്ക് CA-ക്കാർക്കും CMA-ക്കാർക്കും എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ആക്ടുകൾ വെച്ച് പറയും. സെക്ഷൻ 7 സബ്സെക്ഷൻ ഇന്ന സാധനങ്ങൾ പറയും. പക്ഷെ ഇത് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. ഇതിനകത്ത് ആക്ടോ സെക്ഷനോ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷെ ബാക്കിയുള്ള ആൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അത്ര എക്സ്പേർട്ടായ ആളുകൾക്ക് സെഷനോട് കാര്യമില്ല. അവർ മറ്റുള്ള നമ്മളെ ഏറ്റവും എന്താ പറയുക സെഷനിലേക്ക്, പെയ്ഡ് സെഷനിലേക്ക് മാറാം. അതിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് അത്രയും വലിയ സെഷനുകൾ പറയും, സെഷൻ സബ്സെക്ഷൻ ഒക്കെ. അപ്പൊ ഇനി പറയാനുള്ളത് ആരൊക്കെയാണ് GST എടുക്കേണ്ടത്, ആരൊക്കെ എടുക്കേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ GSTയിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് GST നമുക്ക് 2 രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കാം. GST നമുക്ക് 2 രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കാം. ഒന്നാമത്തത് റെഗുലർ, രണ്ടാമത്തത് കമ്പോസിഷൻ. ശ്രദ്ധിക്കണേ, GST നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്ന് റെഗുലർ, മറ്റൊന്ന് കമ്പോസിഷൻ. എഴുതാം, നോട്ട് ചെയ്യുന്ന ആൾക്ക് നോട്ട് ചെയ്ത് പോവാം. ഒന്ന് റെഗുലർ, മറ്റൊന്ന് കമ്പോസിഷൻ. 2 രീതിയിലാണ് നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നമ്മൾ ഗുഡ്സുമായി ബന്ധപ്പെട്ടോ സർവീസുമായി ബന്ധപ്പെട്ടോ ബിസിനസ് ചെയ്യുന്ന ആളുകളെടുത്ത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ GST എടുത്തിട്ടിരിക്കുന്നത് ഒന്നുകിൽ രണ്ട് രീതിയിലായിരിക്കും എടുക്കാം. ഒന്ന് റെഗുലർ, മറ്റൊന്ന് കമ്പോസിഷൻ. ഒന്നുകിൽ റെഗുലർ ആയിട്ടായിരിക്കും എടുക്കാം, മറ്റൊന്ന് കമ്പോസിഷൻ ആയിട്ടായിരിക്കും എടുക്കാം. അപ്പൊ എന്താണ് റെഗുലർ, എന്താണ് കമ്പോസിഷൻ, എന്താണ് റെഗുലർ, എന്താണ് കമ്പോസിഷൻ എന്ന് പറയാം. നമുക്കറിയാം 12 മാസങ്ങളുള്ളത്. ഏതൊക്കെയുള്ള? ജനുവരി മുതൽ തുടങ്ങിയിട്ട് ഡിസംബർ വരെ 12 മാസങ്ങളാണ്. റെഗുലർ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുത്ത ഒരാൾ എല്ലാ മാസവും അതിൻ്റെ സെയിൽസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ടും ഗവൺമെന്റിന് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ടാക്സ് പേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ റെഗുലർ രജിസ്ട്രൻസ് എന്ന് പറയാം. അതായത് ഞാൻ GSTയിൽ റെഗുലർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ മാസവും എൻ്റെ സെയിൽസ് കൃത്യമായിട്ടും ഗവൺമെന്റിന് കാണിച്ചു കൊടുത്ത് അതിന്റെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം.
മീൻസ് റെഗുലർ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് റെഗുലർ രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. സെയിൽസ് എങ്ങനെ കാണിക്കാൻ നോക്കുമ്പോൾ GSTR 1 എന്ന് പറഞ്ഞ വേറെ സംഭവം വരും. പേയ്മെന്റ് എങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ GSTR 3B എന്ന് പറയും. പക്ഷെ ഞാൻ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. റെഗുലർ ആയിട്ട് ഒരാൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്താണ്, ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് റെഗുലർ രജിസ്ട്രേഷൻ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ജനുവരി ഞാനൊരു കച്ചവടം ചെയ്തു, അതിൽ എത്ര രൂപയുടെ കച്ചവടം ചെയ്തു എന്നുള്ള കണക്ക് ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിന് കൊടുക്കണം. എന്നിട്ട് അതിന്റെ പെർസെന്റേജ് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഫെബ്രുവരി നോക്കണം, അതിന്റെ ടാക്സ് പേ ചെയ്യണം. മാർച്ച്, ഇങ്ങനെ എല്ലാ മാസവും കൃത്യമായിട്ടും സെയിൽസിന്റെ വിവരങ്ങൾ കാണിച്ച് അത് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നതിനെയാണ് നമ്മൾ റെഗുലർ എന്ന് പറയാം. രണ്ടാമത്തത് കമ്പോസിഷൻ ആണ്. കമ്പോസിഷൻ ആണെങ്കിൽ എല്ലാ മാസവും നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല, ക്വാർട്ടർലി മാത്രം അടച്ചു പോയാൽ മതി. സെയിൽസ് റിട്ടേണിന്റെ ഡീറ്റെയിൽസും കൊടുക്കണ്ട. എന്തായിരുന്നു സെയിൽസ് റിട്ടേൺ? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പർച്ചേസിന്റെ വേണ്ട അല്ലേ? നോക്കേ, ഹലോ, സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധനം വിൽക്കുന്നു. ശരിക്കും സെയിൽസ് എന്ന് പറഞ്ഞത് എന്താ? നമ്മള് ഇതൊക്കെ അക്കൗണ്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതല്ലേ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലേ? അപ്പൊ പിന്നെ സെയിൽസ് റിട്ടേൺ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ്, അതായത് അതിൽ നിന്ന് റിട്ടേൺ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന് നമ്മൾ പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ കുറച്ച എമൗണ്ട് നെറ്റ് എമൗണ്ട് ആണ്. ഉദാഹരണം, ഞാൻ ഇന്ന് കച്ചവടം ചെയ്തു. ശ്രദ്ധിക്കണേ, ഞാൻ ഇന്ന് ഒരു 10 ലക്ഷം രൂപയുടെ സാധനം കച്ചവടം ചെയ്തു. മുതലാളി വന്ന് ചോദിക്കുകയാണ് എത്ര രൂപയുടെ സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ആ 10 ലക്ഷം രൂപയുടെ കച്ചവടം എന്ന് പറയും. ഒരു 5 ലക്ഷം രൂപയുടെ സാധനം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും? മൊത്തം 9,95,000 രൂപേന്റെ കച്ചവടം നടന്നു പറയാം. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് തന്നെയാണ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് നടക്കട്ടെ. അതായത് നമ്മുടെ മൊത്തം സെയിൽസിന്റെ വിവരങ്ങൾ, അതായത് നമ്മൾ കച്ചവടം നടത്തിയതിന്റെ വിവരങ്ങൾ, അതിനെല്ലാം വരും. ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് കയറുന്നില്ല. അതിൽ റിവേഴ്സ് ചാർജ് വരുന്നുണ്ട്, RCM സാധനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് കറഞ്ഞ് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ GSTR 1 ഉണ്ട്. ആ 1ന്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അതിന് 19 ബോക്സുകൾ ഉണ്ട്. ആ 19 ബോക്സിലുള്ള അമെന്റ്മെന്റുകൾ ഉണ്ട്. ഇതിനുള്ളിലേക്ക് അങ്ങ് കയറി പോയാൽ ഇന്ന് സെഷൻ തീരത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് ആയ ആളുകൾ പിന്നീട് നോക്കുന്നതായിരിക്കും നല്ലേ, അല്ലേ? അനുമുക്ക തീരത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ GSTR 2A വരും. 2Aയിൽ 2B വരും. 2B കഴിഞ്ഞാൽ പിന്നെ 3B വരും. 3B കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേയ്മെന്റ് വരും. ഇതെല്ലാം നമ്മുടെ പെയ്ഡ് സെഷനിലുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളെ. അതിവിടെ അതായത് റെഗുലർ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാം, കമ്പോസിഷൻ ആയിട്ടും GST എടുക്കാം. റെഗുലർ മീൻസ് എല്ലാ മാസവും കൃത്യമായിട്ടും നമ്മൾ നടത്തിയ ഇടപാടുകളുടെ കണക്കുകൾ കൃത്യമായിട്ടും ഗവൺമെന്റിന് കൊടുത്ത് അതിന്റെ ടാക്സ് പേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ റെഗുലർ എന്ന് പറയാം. രണ്ടാമത്തത് കമ്പോസിഷൻ ആണ്. കമ്പോസിഷൻ എപ്പോഴും ക്വാർട്ടർലി മാത്രമാണ് അവർ ഇടപാടുകളുടെ കണക്കുകൾ ഗവൺമെന്റിന് കൊടുക്കുക. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 4 ക്വാർട്ടറാണ് ഉള്ളത്. ടാക്സാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ Q1, ടാക്സാരുടെ ഭാഷയിൽ പറയുമ്പോൾ Q1, Q2, Q3, Q4. അപ്പൊ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, അടുത്തത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ദെൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ദെൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ, അതായത് ഈ ഒരു മാസം ഏപ്രിൽ, മെയ്, ജൂണിലെ മൊത്തം സെയിൽ എടുക്കും. എന്നിട്ട് ഇത് ഗവൺമെന്റിൽ കാണിക്കും. ഇതിനെ ടാക്സ് പേ ചെയ്യും. Q2 ഇതിന്റെ മൊത്തം ടാക്സ് എടുക്കും. ഉദാഹരണം, ഇതിന് എക്സാമ്പിൾ പറയാം. ഏപ്രിൽ മാസം 10,000 രൂപയുടെ സെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കും. മെയ് മാസം 20,000 രൂപയുടെ സെയിൽസ് ഉണ്ടെന്ന് വിചാരിച്ചോളി. ജൂൺ മാസം 50,000 രൂപയുടെ സെയില്. ടോട്ടൽ എത്ര സെയിലാ? 80,000 രൂപയുടെ സെയില്. ഈ 80,000 രൂപയുടെ സെയിലും എന്ത് ചെയ്യണം? Q1 ഈ ഒരു മാസം കാണിച്ചിട്ട് ഇതിന്റെ ടാക്സ് പേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കമ്പോസിഷൻ എന്ന് പറയുന്നത്. റെഗുലർ ആണെങ്കിലോ ഇയാൾ ഏപ്രിലും ചെയ്യണം, മെയിലും ചെയ്യണം, ജൂണിലും ചെയ്യണം. ഇതിന് പകരം ഇയാൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂട്ടിയിട്ട് ഒറ്റക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. ഇവരെയാണ് നമ്മൾ കമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഡൗട്ടാണ്, എന്നാ പിന്നെ എല്ലാ ആളുകളും എന്തിനാ എല്ലാ മാസവും ഇതിന്റെ പിന്നാലെ പോകുന്നത്? എല്ലാ ആളുകളും എല്ലാ മാസവും എന്തിനാ ഇതിന് പിന്നാലെ പോകുന്നത്? ഈ പറയുന്ന പോലെ 3 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ പോരെ?
ഹലോ, ചെയ്ത പോരെ? മതി. മതി. പോരെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഈസി ആയില്ലേ? എന്നാ കാരണം എല്ലാ മാസവും ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാസം ഫയൽ ചെയ്യാൻ ഞാൻ വാങ്ങുന്നത് 2000-2500 രൂപയാണ് ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു മാസം റിട്ടേൺ ഫയൽ ചെയ്യാൻ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ 3 മാസത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 മാസത്തിൽ ഒരിക്കൽ ഇവന്റെ കയ്യിൽ നിന്ന് 2500 വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു സാമ്പത്തികമായിട്ട് പറഞ്ഞ അല്ലേ ബന്ന? കാരണം ഇവര് 4 പ്രാവശ്യം വാങ്ങുള്ളൂ. അപ്പൊ എനിക്കൊരു 10,000 രൂപയെ കിട്ടുള്ളൂ. ആക്ച്വലി എത്ര കിട്ടേണ്ടായിരുന്നു? എത്ര കിട്ടേണ്ടതായിരുന്നു? 10-30 രൂപ കിട്ടുന്ന സംഭവം നേരെ ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണോ നമ്മള് ഇവര് റെഗുലർ ആയിട്ട് പോണെന്ന് പറയുന്നത്? അല്ല, അതിന് ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. എല്ലാ ആളുകൾക്കും റെഗുലർ സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ ആളുകൾക്കും റെഗുലർ ആയിട്ടുള്ള സംഭവം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില കണ്ടീഷൻസ് ഉണ്ട്. ആർക്കൊക്കെ ആണ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, ആർക്കൊക്കെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന കണക്ക് കറക്റ്റ് ആണല്ലോ? കണക്ക് ഇപ്പൊ കറക്റ്റ് ആക്കി കാണാൻ എല്ലാവരും കൊടുക്കുന്നുള്ള ഗവൺമെന്റിന് ഉറപ്പിക്കാൻ പറ്റും? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിക്കാനൊക്കെ പറ്റും, പക്ഷെ അങ്ങനെ പിന്നാലെ കൂടൊന്നുമില്ല. അപ്പൊ അതിൽ ഒരു സത്യസന്ധവുമായി ബന്ധപ്പെട്ട് ഉദാഹരണം ഇബ്നു അബ്ദുള്ളനെ നിങ്ങളുടെ ഒരു കട ഉണ്ടെന്നായിരിക്കും, നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നായിരിക്കും. ഇബ്നു അബ്ദുള്ളനെ എന്ത് ചെയ്തു? ഉപ്പ അവിടെ ഏൽപ്പിച്ചു, കച്ചവടം നടത്തണം. ഒരു 10 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തി. ഇബ്നു അബ്ദുള്ള പറയാണ് 5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷം രൂപ ഇബ്നു അബ്ദുള്ളക്ക് എടുക്കാം. എന്നെ തെറ്റുണ്ടോ വെച്ച് കഴിഞ്ഞാൽ? തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ശരിയാണെങ്കിൽ പറ്റിക്കാം, തീർച്ചയായിട്ടും ഗവൺമെന്റ് പറ്റിക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? അതായത് എല്ലാം ഗവൺമെന്റ് പിന്നാലെ വന്ന് പിടിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞില്ലേ, അതായത് ഹെൽമെറ്റ് ഇടാത്ത എല്ലാരും പോലീസ് പിടിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ പിടിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. അഥവാ വാപ്പ കണ്ടാൽ, ഈ സ്ഥലങ്ങാനും CCTV കണ്ടാൽ പ്രശ്നമാണ്. ആ ഒരു സീരിയസ്നെസ് ഉണ്ടാണ് വെച്ചാൽ ഗവൺമെന്റ് കൊടുക്കണം. കാരണം പാലായിട്ടും പള്ളിയായിട്ടും തോടായിട്ടും അമ്പലമായിട്ടും ക്ഷേത്രമായിട്ടും ഒക്കെ കിട്ടണില്ലേ നമുക്ക് തിരിച്ചിട്ട്? നല്ലത് എല്ലാം വൃത്തിയിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് പറ്റിക്കണം തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലോജിക്ക് തന്നെയാണ് അതിനകത്ത് പറയാനുള്ളത്. പറ്റിക്കാം, അത് നിങ്ങൾ ചിന്തിക്കാം അത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഇതിനകത്തുള്ള വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ പൈസയാണ്. ഏറ്റവും വലിയ പ്രശ്നം പബ്ലിക്കിന്റെ പൈസയാണ്. ഉദാഹരണം, ഞാൻ ബന്നന്റെ അടുത്തുനിന്ന് ഒരു പൈസ അനധികൃതമായിട്ട് ഞാൻ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ബന്നയോട് വേണമെങ്കിൽ പറയാം, അല്ലേ? എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബന്നയോട് പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് ആ ഒരു കേസ് തീർക്കാം. പക്ഷെ പബ്ലിക്കിന്റെ പൈസയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആരോട് പറയും? ഒരു പക്ഷെ ഇവിടെ നിന്ന് വിശന്ന് മരിക്കുന്നവനോട് പോലും ഉത്തരവാദി ഞാനും ആയിരിക്കും. ശരിയല്ലേ? ഈ റേഷൻ കടയിൽ സാന്ദർഭികമായിട്ട് പറയാട്ടോ, റേഷൻ കടയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആവാൻ വേണ്ടി മത്സരിക്കുന്ന കുറെ ആളുകളുണ്ട്, ഇല്ലാത്ത കണക്കുകൾ കൊടുത്തിട്ട്. ഈ റേഷൻ ആരുടെ വിഹിതം എന്നറിയോ? സത്യസന്ധമായിട്ട് ആലോചിച്ചിട്ടോ, പാവപ്പെട്ട ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളുടെ വിഹിതം. നിങ്ങൾ അർഹതയില്ലാതെ നിങ്ങളുടെ വരുമാനങ്ങൾ കുറച്ച് കാണിച്ച് ചുവപ്പ് കാർഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഈ നാട്ടിലെ യത്തീമിന്റെയും പാവപ്പെട്ട് ഭക്ഷണം ഇല്ലാതെ മരിക്കുന്നവന്റെയും പൈസ തന്നെയാണ് കാർന്നു നിന്നത്. അത് ഞാൻ വലിയ താഴത്തുള്ള ആളെന്ന് വിചാരിക്കുന്നു വേണ്ടട്ടാ. അതിന് നിങ്ങൾ ഒരാളോട് പോലും മാപ്പ് പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഒരുപാടുണ്ട്, ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അനധികൃതമായി തിന്നത് കൊണ്ട് അവർക്ക് കിട്ടാതായതാന്ന് അതിനൊരു വെപ്പുണ്ട്. വെച്ചൂടെ ബന്ന? ഇത് ഇതാരും പബ്ലിക്കോട് പറയത്തില്ല. അങ്ങനെ ഒരു വെപ്പുണ്ട്. കാരണം പൊതുമുതലാണ്. നിങ്ങളൊരു വ്യക്തിയോട് പറഞ്ഞാൽ അത് തീരത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്ത് ചെയ്യണം, ആ ചുവപ്പ് കാർഡ് കിട്ടിയ വലിയ സംഭവം ഒന്നല്ല. ഏറ്റവും മുകളിലോട്ടേക്ക് കയറാൻ വേണ്ടി ചിന്തിക്കണേ, താഴോട്ടേക്ക് ഇറങ്ങാൻ ഒരിക്കലും ചിന്തിക്കരുത്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരേ ഒരു പ്രശ്നമാണ്, നമ്മളെപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങും. ഒരിക്കൽ പോലും താഴോട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് സാമ്പത്തികം ഇല്ലാണ്ടായിപ്പോട്ട്, പാവമായിപ്പോട്ട്, ഞാൻ ആകെ ഇടങ്ങാറായിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മുകളിലോട്ടേക്ക് ഇറങ്ങണം. ഇങ്ങനെ ചിന്താഗതി ഈ രീതിയിലേക്ക് മാറണം. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ദാരിദ്ര്യരേഖ താഴേക്ക് വേണ്ടിയിട്ട് മത്സരിക്കരുത്. അവിടുന്ന് കയറാൻ വേണ്ടിയിട്ട് ചോദിക്കും.
ഇപ്പം താഴത്തെ രേഖയിലാണെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള കാർഡ് ചോദിക്കും. അതിന് അന്തസ്സുണ്ട്. ശരിയല്ലേ? ആണോ? അപ്പൊ പബ്ലിക്കിന്റെ പൈസയാണ്, അത് എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അത് ശക്തമായ കുറ്റമാണ്. കുറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരിക്കുന്നവന്റെ ഓരോ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ട്. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, സാന്ദർഭികമായിട്ട് പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞേ? റെഗുലർ സിസ്റ്റം ഓഫ് ഫയലിംഗ്. റെഗുലർ റെഗുലർ കമ്പോസിഷൻ 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ആളുകളെ കമ്പോസിഷൻ എന്നും എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളെ റെഗുലർ എന്നാണ് വിളിക്കുക. റെഗുലർ ആയിട്ട് ഒരാൾ രജിസ്ട്രേഷൻ എടുത്താൽ എല്ലാ മാസവും കൃത്യമായിട്ടും അയാളുടെ ഇടപാടുകൾ ഗവൺമെന്റിന് കാണിച്ച് ടാക്സ് കൊടുക്കണം. കമ്പോസിഷൻ ആയിട്ട് എടുത്താൽ 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ഇടപാട് കാണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, എന്നാൽ പിന്നെ എല്ലാ ആളുകൾക്കും 3 മാസത്തിൽ ഒരിക്കൽ എടുത്താൽ പോരെ എന്നുള്ള ആ രീതി ഫോളോ ചെയ്താൽ പോരെന്ന് ചോദിക്കും. പക്ഷെ അതിന് കണ്ടീഷൻ ഉണ്ട്. 50 ലക്ഷത്തിന് താഴെ, ശ്രദ്ധിക്കണേ, 50 ലക്ഷത്തിന് താഴെ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും 1.5 കോടിക്ക് താഴെ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു കമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. 50 ലക്ഷത്തിന് താഴെ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും 1.5 കോടിക്ക് താഴെ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും മാത്രമേ ഇത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഉദാഹരണം, ഞാൻ റെഗുലർ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കമ്പോസിഷൻ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണെങ്കിൽ, എന്റെ ബിസിനസ് ഒരു 1.5 കോടി രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ്. ഓക്കെ, ഞാൻ കമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതിന്റെ ഒന്നിച്ചാണ് ഞാൻ കണക്ക് കൊടുക്കുന്ന ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ 1.5 കോടി വരെ എനിക്ക് ബിസിനസ് ചെയ്യാം. 1.5 കോടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 മാസത്തിൽ ഒരിക്കൽ ടാക്സ് ഫയൽ ചെയ്യാം എന്നുള്ള രീതി ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം? എല്ലാ മാസവും ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ മാറിക്കൊള്ളണം. ക്ലിയർ ആയോ? 1.5 കോടി വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയില്ല? മനസ്സിലായില്ല? ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലെ? അങ്ങനെ ഒരു അതിന് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ബാക്കിയുള്ള കൂടി പറയാം. പിന്നെ ഓരോ മാസത്തിന്റെ കണക്കാണത്. ഏത് ഓരോ ഈ 50 ലക്ഷത്തിന്റെയും 1.5 കോടിയുടെ ഇടയിൽ എന്നുള്ളത്? 1.5 കോടിയുടെ ഇടയിൽ ഇയർലി എപ്പോഴാണോ 1.5 കോടി കഴിയുന്നത് അന്ന് മുതൽ അയാള് റെഗുലറായി മാറിക്കൊള്ളണം. പിന്നെ അയാൾ താഴേക്കില്ല. ഓക്കെ, അതേപോലെ ഞാനിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്. എനിക്ക് 50 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം? 3 മാസത്തിൽ ഒരിക്കൽ ഫയൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാക്സ് ഇടപാടുകൾ ഗവൺമെന്റ് കാണിച്ച് ഫയൽ ചെയ്താൽ മതി എന്നുള്ള രീതി വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഏതുവരെ? 50 ലക്ഷം രൂപ വരെ. 50 ലക്ഷം എന്നാണോ ഞാൻ എത്തുന്നത് അന്ന് മുതൽ ഞാൻ എല്ലാ മാസം കണക്കുകൾ ഗവൺമെന്റിന് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിക്കൊള്ളണം. ഇതാണ് റെഗുലറും കമ്പോസിഷന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ കമ്പോസിഷൻ സ്കീം എടുക്കുന്ന ആളുകൾക്ക് വേറെയും കുറെ നിബന്ധനകളുണ്ട്. അയാൾക്ക് ഇന്റർസ്റ്റേറ്റ് സെയിൽ പാടില്ല. ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ വേണ്ടി പാടില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അയാൾക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടത്തില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ് കമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് കിട്ടത്തില്ല. അതാണ് ഈ സ്കീമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഉദാഹരണം, ഞാൻ GST രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണ് എന്ന് വിചാരിച്ചോളി. ഞാൻ രാജ് കമലിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു. 1 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഇൻപുട്ട് കിട്ടത്തില്ല. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും കിട്ടാത്ത? കോമ്പോസിഷൻ സ്കീമില് കോമ്പോസിഷൻ സ്കീമാണ്. മാത്രമല്ല ഞാൻ അതിന്റെ ടാക്സ് അടച്ചിട്ടില്ല. 1 ലക്ഷം രൂപക്ക് സാധനം 1 ലക്ഷം കൊടുക്കുന്നു, സാധനം വാങ്ങിപ്പോകുന്നു. അപ്പൊ എന്റെ അടുത്തൊരു ക്ലയന്റ് കുറെ കാലം മുമ്പാണ്, അയാൾ പുറത്തുനിന്ന് സാധനം എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ മാസം എനിക്ക് ടാക്സ് അടക്കാനുണ്ടാവില്ല, നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ട് കയറി വരാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻപുട്ട് കയറി വരാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം ടാക്സ് അടക്കാനുണ്ടാവില്ല.
അപ്പൊ ഞാൻ എല്ലാം മാസമൊക്കെ കൃത്യമായിട്ട് ഫയലൊക്കെ ചെയ്ത് അയാളെ വിളിക്കുകയാണ്. നിങ്ങൾ ഈ മാസം 3.5 ലക്ഷം രൂപ ഗവൺമെന്റിലേക്ക് അടക്കും. 3.5 ലക്ഷം രൂപയാണ്. അപ്പൊ ഞാൻ ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ആ പർച്ചേസ് ചെയ്തതിനകത്ത് വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്ക് GST ഉണ്ടോ എന്ന് ചോദിച്ചോ. അപ്പോൾ അവർക്ക് GST ഉണ്ട്. അവർക്ക് GST ബില്ലാണോ തന്നെ. അപ്പൊ ബില്ല് നോക്കുമ്പോൾ അതിന് മുകളിൽ ബിൽ ഓഫ് സപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, GST അവർക്ക് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അവർ കമ്പോസിഷൻ സ്കീമിലുള്ള ഒരാളാണ്. കമ്പോസിഷൻ സ്കീമിലുള്ള ഒരാളടുത്തുനിന്ന് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ ഇൻപുട്ട് കിട്ടത്തില്ല. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ കമ്പോസിഷൻ സ്കീമിലുള്ള ഒരാൾ, അതായത് 3 മാസത്തിലൊരിക്കൽ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്റെ അടുത്തുനിന്ന് ആരെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവനിക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ കമ്പോസിഷൻ സ്കീമുള്ള ഒരാളാണ്. പ്രഭാകരൻ സാറുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപയുടെ, പ്രഭാകരൻ സാർ റെഗുലറായി രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണ് വിചാരിക്കും. 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങി അതിന്റെ ടാക്സ് ഒക്കെ ഞാൻ പ്രഭാകരൻ സാർക്ക് കൊടുത്തു. പക്ഷെ അടച്ച ടാക്സ് എനിക്ക് റീഫണ്ട് കിട്ടത്തില്ല. കാരണം കമ്പോസിഷൻ സ്കീം ആയതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തിന് താഴെ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകളും 1.5 കോടിക്ക് താഴെ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകളും അവർക്ക് ഇൻഡസ്ട്രിയുടെ സെയിൽ പാടില്ല, ഇ-കൊമേഴ്സ് ബിസിനസ് പാടില്ല. മാത്രമല്ല കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ പറ്റില്ല. നമ്മൾ പർച്ചേസ് ചെയ്തുമ്പോൾ കൊടുത്തിട്ടുള്ള ടാക്സ് ഇൻപുട്ട് ആയിട്ട് കിട്ടൂല. ഇതാണ് കമ്പോസിഷൻ സ്കീമിന്റെ പ്രശ്നം. ഗുണം എന്താണെന്നറിയോ? അവര് ടോട്ടൽ സെയിൽസിന്റെ 1% മാത്രം ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. അയാളൊരു മാനുഫാക്ചറോ ട്രേഡറോ ആണെങ്കിൽ ടോട്ടൽ കച്ചവടം നടന്നതിന്റെ 1% അടച്ചാൽ മതി. 18% സാധനം വിറ്റാലും 28% സാധനം വിറ്റാലും 1% മാത്രം ടാക്സ് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്താൽ മതി? പേ ചെയ്താൽ മതി. അത് ഗുണമല്ലേ? ഹലോ ഹലോ സർ, ഇതിനകത്ത് അവർക്ക് എക്സംപ്റ്റഡ് സെയില് നടത്താൻ പറ്റുമോ? ഏത് എക്സംപ്റ്റഡ്? അതല്ല, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇതില്ലേ ടാക്സബിളിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ കോമ്പോസിഷൻ ഡീലർക്ക്? എന്തും ചെയ്യാം. അവർ നോർമൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ചെയ്യാം. അയാൾ ടേൺ ഓവർ ഇതിന്റെ താഴത്താവണമെന്ന് മാത്രം. അപ്പൊ ഈ ടാക്സബിൾ ടേൺ ഓവർ എക്സംപ്റ്റഡ് ആയ സാധനം GST ഇല്ലാത്ത അങ്ങനെ ചെയ്യാലോ? അതല്ല ഞാൻ ചോദിച്ചത്. ഈ ഇവർക്ക് രണ്ടും എക്സംപ്റ്റഡും ചെയ്യാം ടാക്സബിളും ചെയ്യാം. അപ്പൊ ടാക്സബിളിന്റെ മാത്രം ആണ് പെർസെന്റേജ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത്? അല്ല, എക്സംപ്റ്റഡിന്റെ നില്ലിന്റെ ടാക്സ് അടക്കേണ്ടല്ലോ. ടാക്സ് ഇല്ലല്ലോ അതിന്. അല്ല, ടോട്ടൽ ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറയുമ്പോഴേ അപ്പോ എക്സംപ്റ്റഡിന്റെ ലെസ് ചെയ്യണം. നടത്തിയ മൊത്തം സെയിലാ നോക്കാം. ഉദാഹരണം, ഈ മാസം 1 ലക്ഷം രൂപയുടെ മൊത്തം സെയില്, അത് എല്ലാ സമ്പത്തിനും അയാൾ നടത്തിയ മൊത്തം സെയിൽ ഉണ്ടാവില്ല, അതിന്റെ 1%. ആ മൊത്തം സെയില് 50 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പിന്നെ ഇതിന് പുറത്തായല്ലോ. ടേൺ ഓവർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ മനസ്സിലാം. ടേൺ ഓവർ ഞാൻ ഉദ്ദേശിച്ച മൊത്തം സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി ക്ലാരിറ്റി എടുത്തുതരാം. ആ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്, കറക്റ്റ് ആണ്. എന്തിന്റെ ബേസിലാണ് ഈ സംഭവങ്ങൾ നടക്കുക? ടേൺ ഓവറിന്റെ ബേസിലാണ്. ടേൺ ഓവർ എങ്ങനെ ഇത് എങ്ങനെയല്ലേ? ടേൺ ഓവർ എന്താ? ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷം മൊത്തം നടന്ന മൊത്തം സെയിൽസിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയാം. അതിൽ എന്തൊക്കെയാ സെയിൽസ് പെട്ടു എന്ന് അറിയോ? ടാക്സബിൾ സെയിൽ, ടാക്സബിൾ സെയിൽ, നിൽ റേറ്റഡ്, സീറോ റേറ്റഡ്, നില്ല്, നോൺ GST, എക്സ്പോർട്ടിങ് എല്ലാം പെട്ടു. നില്ലും സീറോവും കറക്റ്റ് ഒന്നല്ലേ സർ? നില്ലും സീറോ റേറ്റഡും കറക്റ്റ് അല്ല, അതിന് വ്യത്യാസമുണ്ട്. നില്ലും സീറോയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ എനിവേ അയാൾ മൊത്തം നടത്തുന്ന സെയിൽസ് അത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ എടുക്കണം. അപ്പം ഇയാൾ എന്താ ചെയ്യണത്? ടോട്ടൽ എത്ര രൂപയുടെ കച്ചവടം? അപ്പൊ ഈ ഒരു മാസം ജനുവരി മൊത്തത്തിൽ നടന്നൊരു കച്ചവടം പിടിച്ചോളൂ നിങ്ങള്. മൊത്തത്തിൽ അത് ടാക്സ് ഉള്ളതും ഇല്ലാത്തതും ആവട്ടെ, ഒരു 50K നടന്നു. ഫെബ്രുവരിയിൽ ഒരു 20K നടന്നു മൊത്തത്തിലെ. മാർച്ചിൽ ഒരു 30K നടന്നു. മാർച്ച് മാസം ഒരു 30K നടന്നു. ടോട്ടൽ എത്രയാ നോക്കാം? ഇതിന് മൂന്നിനും ടോട്ടൽ എത്രയാ? 70ഉം ഒന്ന് എടുക്കൂലേ? 1 എടുക്കും. ഈ 1ന്റെ 1%. ഇതെന്ത് ചെയ്യണം? അവര് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ഇയാളൊരു മാനുഫാക്ചറോ
മാനുഫാക്ചറോ ട്രേഡറോ ആണെങ്കിൽ. ഓക്കെ, ഇയാളൊരു ഹോട്ടൽ ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, ഇയാൾ നടത്തുന്ന ബിസിനസ് ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ വിത്തൗട്ട് സെർവിങ് ആൽക്കഹോൾ, ഹോട്ടൽ ബിസിനസ് വിത്തൗട്ട് സെർവിങ് ആൽക്കഹോൾ ആണെങ്കിൽ 5%. ഓക്കെ, സർവീസ് ബിസിനസ് ആണെങ്കിൽ ഒരാൾ മ്യൂട്ട് ചെയ്യാത്തുണ്ടല്ലോ, നോക്കണേ. സർവീസ് ബിസിനസ് ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? 6% ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ഇതാണ് കമ്പോസിഷൻ സ്കീമിന്റെ ബേസ്. ക്ലിയർ ആയല്ലോ? കസ്റ്റമർക്ക് അറിയാൻ കഴിയും കമ്പോസിഷൻ ആണോ? കസ്റ്റമർക്ക് ആ ബില്ല് നോക്കിയാൽ അറിയും. ബില്ലിന്റെ മുകളിൽ ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ, റെഗുലർ ആണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്ന് കാണും. ഇങ്ങനെ ടാക്സ് ഇൻവോയ്സ്. കമ്പോസിഷൻ ആണെങ്കിൽ ഇതാണ് കാണാം, ബിൽ ഓഫ് സപ്ലൈ. ബിൽ ഓഫ് സപ്ലൈ എന്ന് കമ്പോസിഷൻ സ്കീം അയാളുടെ ബില്ലിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഫൈൻ കിട്ടും. അവിടെ മാത്രം എഴുതിയാൽ പോരാ, അയാൾ എവിടെയൊക്കെയാണോ അയാളുടെ നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അയാൾ എവിടെയൊക്കെയാണോ അയാളുടെ ഹോൾഡിങ്സ് വെക്കുന്നത്, അതിനൊക്കെയും അയാൾ എഴുതിയിരിക്കണം ആം എ കമ്പോസിഷൻ ഡീലർ എന്ന് എഴുതിയിരിക്കണം. ഇല്ലെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും? അബദ്ധത്തിൽ അയാളെടുത്ത് പോയി സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ പ്രശ്നം വരത്തില്ലേ? അതുകൊണ്ട് നിർബന്ധമായിട്ടും കമ്പോസിഷൻ സ്കീം അയാൾ എവിടെയൊക്കെയോ അയാളെ പരസ്യം ചെയ്യുന്നുണ്ടോ, എവിടെയൊക്കെയോ അയാളുടെ ബോർഡ് വെക്കുന്നോ, അവിടെയൊക്കെയും അയാൾ എന്ത് ചെയ്യണം? ഞാനൊരു കമ്പോസിഷൻ ഡീലറാണ് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സെറ്റ് ആയില്ലേ? അപ്പൊ ഇത് ഗുണമാണോ ദോഷമാണോ? ഗുണമുണ്ട്, ദോഷമുണ്ട്. ചില ആളുകൾക്ക് ഗുണമാണ്, ചില ആളുകൾക്ക് നഷ്ടമാണ്. അപ്പൊ സർവീസ് മേഖലയിൽ കുറച്ച് ഗുണമുണ്ട്. എന്താ ഗുണം? സർവീസ് മേഖലയിൽ സാധാരണ രീതിയിൽ പർച്ചേസ് ഉണ്ടാവില്ല. ഉദാഹരണം, ഞാൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്. ബന്ന ശ്രദ്ധിച്ചോളെ, സൂരജ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാൾ, എനിക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അവർക്ക് ഇൻപുട്ടായിട്ടൊന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ എനിക്ക് ആളുകൾ കോഴ്സ് പർച്ചേസ് ചെയ്യും എൻ്റെ അടുത്ത് നിന്ന്. പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്ന് എത്ര ശതമാനം ടാക്സ് വാങ്ങണം? 18% ടാക്സ് വാങ്ങണം. അല്ലെ? 18% ടാക്സ് വാങ്ങണം. അപ്പൊ എന്റെ പ്രൈസ് കൂടും. ഈ 18% വാങ്ങിയിട്ട് ഈ 18 ആർക്ക് ഞാൻ കൊടുക്കണം? ഗവൺമെന്റിന് കൊടുക്കണം. വലിയ സംഖ്യ അല്ലേ? 1 ലക്ഷം രൂപയുടെ കോഴ്സ് ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 18,000 രൂപ ഞാൻ ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിന് കൊടുക്കണം. എന്നാൽ കമ്പോസിഷൻ സ്കീമിലാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നാൽ ഞാൻ എത്ര കൊടുത്താൽ മതി? 1% അല്ല, സർവീസ് ആണെങ്കിൽ 6%. എത്ര കൊടുത്താൽ മതി? നേരെ പകുതി കൊടുത്താൽ 6,000 എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇത് ഗുണമല്ലേ? ഇത് എനിക്ക് ഏതുവരെ പോകാം? 50,000 രൂപ വരെ എനിക്ക് പോവാം. 50 ലക്ഷം രൂപ വരെ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പോകാം. 50 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, 18% തന്നെ കൊടുക്കണം. 50 ലക്ഷം കഴിയുന്നത് പറയുന്നില്ലെങ്കിലോ, അറിയിക്കുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഒപ്പിക്കാനോ? അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലാ മാസം ടാക്സ് കാണിക്കുന്നത്. എങ്ങനെ അറിയും? നിങ്ങൾ എല്ലാ 3 ക്വാർട്ടർ കൂടുമ്പോൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കില്ല. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു 25 ലക്ഷം രൂപ വന്നു, ഈ ക്വാർട്ടറിൽ ഒരു 25 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ 50 ലക്ഷം ആയി നമ്മൾ അറിയത്തില്ലേ? അറിയോ? അടുത്ത മാസം സെയിൽ നടക്കുമ്പോൾ നമുക്കറിയാം, അയ്യോ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിന്റെ ഇടക്ക് വെച്ചിട്ട് ഇപ്പൊ ജനുവരി, ശ്രദ്ധിക്കണം, ജനുവരിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ക്വാർട്ടറിൽ നമ്മൾ 50 ലക്ഷം ആയിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുക. ഫെബ്രുവരി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തായിട്ടുണ്ട്? ഈ ഒരു ത്രെഷോൾഡ് ക്രോസ് ആയിട്ടുണ്ട്. നമ്മൾ റെഗുലറിലേക്ക് മാറി റെഗുലർ ചെയ്യണം. എന്നാണോ നമ്മൾ 50 എത്തുന്നത് അതുവരെ മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്തോളണം? അപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്തോളണം. പിന്നെ രക്ഷയില്ല. അതിനല്ലേ ഇവര് ബില്ല് മാറ്റിയിട്ട് ചില ആൾക്കാർ ബില്ല് GST ഇല്ലാണ്ട് കൊട്ടേഷൻ ബില്ല് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ കാണും. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നേരത്തെ മറ്റേ സിമന്റ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകാം. പക്ഷെ അത് നിയമപ്രകാരം ശരിയല്ല. ഉണ്ടാകാം, ചെയ്യുന്നവരുണ്ടാകാം. എല്ലാവരും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനെല്ലാം മറ്റു രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാമെന്നേ പറയുള്ളൂ. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിനാണ് മറച്ചു വെക്കുന്നത്. ബില്ല് അടിക്കാതെ പോകണമെന്നും ബില്ല് കൊടുക്കാതെ പോകണമെന്നും ഒക്കെ. അപ്പൊ അല്ല സർ, അതല്ല, അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് അവര് വാങ്ങുന്നുണ്ട്, അവര് അടച്ചു കൊടുക്കുന്ന ആ പൈസ, നമ്മുടെ അടുത്ത് വാങ്ങുന്ന പൈസയാണല്ലോ അവരെ ലാഭം. നമ്മളടുത്ത് കമ്പോസിഷൻ സ്കീമാര് വാങ്ങത്തില്ലല്ലോ.
അല്ല കമ്പോസിഷൻ അല്ല, ഓൾറെഡി ഏതെങ്കിലും ഒരാള് റെഗുലർ ബില്ല് ആണെങ്കിൽ പിന്നെ കൊട്ടേഷൻ പ്രശ്നമില്ല, അയാൾ എല്ലാ മാസം ചെയ്യുന്ന ആളല്ലേ. എല്ലാ റെഗുലർ മാസം ചെയ്യുന്ന കൊടുത്ത ആളല്ലേ. കൊടുക്കാത്ത ബില്ലിന് ചെയ്യണ്ട. ഓക്കെ. അല്ലേ? ആ, പരമാവധി ചെയ്യുക. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഉത്തമ വിശ്വാസം. അതാണ് സപ്ലയർ അതിന് സാറേ, പറയാനുള്ളത്. സപ്ലയർ സമ്മതിക്കണ്ടേ ഇതിന്? എങ്ങനെ? സപ്ലയർ ആ സപ്ലയർ ഇല്ലേ, ആ അവര് സമ്മതിക്കണ്ടേ? സപ്ലയർ അവര് സമ്മതിക്കണം. കസ്റ്റമർ സമ്മതിക്കണം. സമ്മതിക്കുന്നുണ്ട്. സപ്ലയർ അല്ല, കസ്റ്റമർ സമ്മതിക്കേണ്ടതെന്നല്ലേ. കസ്റ്റമർ B2B ആണെങ്കിൽ എന്തായാലും അല്ലല്ല സമ്മതിക്കത്തില്ല. അല്ലല്ല, അപ്പൊ ഞാനിപ്പോ പ്രസ്റ്റീജിന്റെ ഡീലർ ആണെന്ന് വിചാരിക്കും. അപ്പൊ പ്രസ്റ്റീജുകാർ പറയാണ് കോമ്പൗണ്ടിങ് സ്കീം പറ്റില്ല എന്ന്, അങ്ങനെ വല്ലതും പറയുമെന്ന് ചോദിക്കുന്നു. കോമ്പോസിഷൻ അങ്ങനെ പറയില്ല, അവർ പറയത്തില്ല. അവർക്ക് എന്തായാലും അവർക്ക് GST വേണമെന്നേ അവർ പറയത്തുള്ളൂ. മാക്സിമം പറയാൻ പറ്റുന്നവർക്ക് GST വേണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പ്രസ്റ്റേജിന്റെ സംഭവം നമ്മൾ അവർക്ക് ടാക്സ് അടക്കണം. ആ ടാക്സ് നമ്മളടുത്തേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് അത് ഇൻപുട്ട് കിട്ടില്ല എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കസ്റ്റമർ നമ്മളടുത്ത് മിസ്സാവും. ഉദാഹരണം, ബെന്ന എൻ്റെ അടുത്ത് നിന്നാണ് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെന്നക്ക് മനസ്സിലാവാണ് ഇയാളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് കിട്ടണില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെന്ന എൻ്റെ അടുത്ത് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോകും. കാരണം അങ്ങനെ ഒരു കസ്റ്റമറുടെ ഭാഗത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചെറുകിട നാമമാത്ര ബിസിനസ്സുകളെ GSTയിലേക്ക് ആകർഷിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു പദ്ധതി എന്ന് മാത്രം. ചില ആളുകൾക്ക് ഉപകാരമുണ്ട്, ചില ആളുകൾക്ക് ഉപകാരമില്ല. മനസ്സിലായില്ലേ? സർവീസിന്റെ കേസിൽ അഡ്വാൻറ്റേജസ് ആണ്, എന്നാൽ എല്ലാ കേസിലും അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അഡ്വാൻറ്റേജ് ഉള്ളത് മെഡിക്കൽ ഷോപ്പുകാർക്കാണ്. മെഡിക്കൽ ഷോപ്പുകാർ നല്ല ഹൈ പ്രോഫിറ്റ് എടുക്കണം. മെഡിക്കൽ ഷോപ്പിന്റെ ഓരോ പ്രൊഡക്റ്റുകളും 3000, 4000, 5000% ഒക്കെയാണ് ലാഭം വരുന്നത്, അല്ലെ? ഒരു ചെറിയൊരു മരുന്നിന് 25 പൈസയുള്ള മരുന്നിന് അവർ വിൽക്കാം 5 രൂപക്ക് 6 രൂപക്കൊക്കെയാണ്. അവിടെ എന്ത് വരും? അവർക്കുള്ള ഗുണം എന്താ അറിയാം? 25 പൈസയുടെ ഇൻപുട്ട് ആയിരിക്കും കിട്ടുക. ശ്രദ്ധിക്കണേ, 25 പൈസയുടെ ഇൻപുട്ട് ആയിരിക്കും കിട്ടുക. ഇവർ സെയിൽ ചെയ്യുന്ന എത്ര രൂപക്കായിരിക്കും? 5 രൂപക്ക്. 5 രൂപയുടെ ഔട്ട്പുട്ട് അടക്കണം. ക്ലിയർ ആയോ? 25 പൈസേന്റെ ഇൻപുട്ടേ കിട്ടത്തുള്ളൂ, 5 രൂപയുടെ ഔട്ട്പുട്ട് അടക്കണം. ഇത്ര ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്കീം? അതിന് പകരം എന്ത് ചെയ്യാം? മൊത്തം സെയിലിന് 1% അടക്കുന്നല്ലേ ബുദ്ധി. മനസ്സിലായോ? ഇത് ഏതുവരെ പോകാം? 1.5 കോടി വരെ പോകാം. അപ്പൊ നിങ്ങൾ മിക്കവാറും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെയും കമ്പോസിങ് സ്കീം ആയിരിക്കും. അതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഹൈ പ്രോഫിറ്റ് ബിസിനസ് ആണ് അവരുടേത്. അതായത് 100% ലാഭമില്ലാത്ത കച്ചവടം സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാവാറില്ല. മെഡിക്കൽ ഷോപ്പ് സർവീസ് അല്ലേ, അപ്പൊ 50 ലക്ഷം വരെയല്ലേ വരുള്ളൂ? മെഡിക്കൽ ഷോപ്പ് എങ്ങനെ സർവീസ് ആണ്? മരുന്ന് വെക്കുന്നത് മരുന്ന് വെക്കുന്ന എങ്ങനെ സർവീസ് ആണ്? കൺസൾട്ടേഷൻ സർവീസ് ആണ്. അവർക്ക് 50 ലക്ഷം രൂപ വരെ പോകാം. അപ്പൊ നമ്മളിപ്പോഴത്തെ കസ്റ്റമർ ബില്ലില്ല പറഞ്ഞാൽ GST ബില്ല് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST ബില്ല് ഓപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സാധാ കയ്യിൽ പൈസ കൊടുത്ത് ബില്ലില്ലാതെ വാങ്ങി പോവോ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. GST ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഒരേ പ്രൈസ് തന്നെ ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഒരു B2B ആണെങ്കിൽ ഉറപ്പായിട്ടും GST വാങ്ങുന്നതാണ് പ്രിഫർ. കാരണം നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്ട് കിട്ടും. കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്ട് കിട്ടാനൊന്നുമില്ല. പക്ഷെ നമ്മൾ GST ബില്ല് വാങ്ങണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പറയാം, ബൈ ആക്ട്. GST ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ഒരു സ്കൂളിലെ ട്യൂഷൻ ഫീസ് വാങ്ങുന്നത്, ഒരു പ്രൈവറ്റ് സ്കൂളിലെ ട്യൂഷൻ ഫീസ് വാങ്ങൂലേ? അത് സർവീസ് ആണല്ലോ കൊടുക്കുന്നത്. 18% ടാക്സ് വാങ്ങണം. അല്ല സാർ, ആ കുട്ടി പറയുന്നത് GST ബില്ല് GST ബില്ല് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ GSTയുടെ പൈസ ലാഭമില്ലേ? GST അവർ ചാർജ് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറയാണ് GST ബില്ല് വേണ്ട. കാരണം അപ്പൊ GST ഇപ്പൊ 20 രൂപ GST ഉണ്ടെന്ന് വിചാരിക്കും. 100 രൂപയുടെ സാധനം 100 രൂപ കൊടുത്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ടാക്സ് കട്ട് ചെയ്യാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. ടാക്സ് വെട്ടിപ്പിന് കൂട്ടു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് GST ബില്ല് വാങ്ങാം. ഇനി ഇപ്പൊ നാട്ടിലത്തെ ഒരു കഥ പറഞ്ഞുതരാം. നിങ്ങൾ GST ബില്ല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് MRPക്ക് സാധനം കിട്ടുള്ളൂ, അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിയാലിറ്റി ഞാൻ പറഞ്ഞത്, ബാക്കിയൊക്കെ പിന്നെ പറയും. GST ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് MRP കിട്ടുള്ളൂ. പിന്നെ GST ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ
അപ്പൊ ഗോൾഡ് മേടിക്കാൻ പോയാൽ അവര് GST ഇല്ലാതെ തരാം, ബില്ലില്ലാതെ തരാന്ന് പറഞ്ഞു മേടിക്കുമ്പോ ബില്ലില്ലാതെ നമുക്ക് തരാന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് അവർക്ക് ലാഭമൊന്നുമില്ല. ടാക്സ് വെട്ടിക്കാൻ തന്നെയാണ്. യെസ്. ബില്ലില്ലാതെ അപ്പൊ തരാന്ന് നമുക്ക് പറയുമ്പോൾ അവർ പ്രത്യേകിച്ച് കുറച്ചും കൂടി ലാഭമൊന്നുമില്ല. GST ഇല്ലെങ്കിൽ കുറച്ചും കൂടി വില തരാം എന്ന് പറയുന്ന സമയത്ത് ഇനി വേറൊരു വിഷയമുണ്ട്. അങ്ങാനും നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ പണ്ടം മുക്ക് പണ്ടമാണെന്ന് പിന്നീട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല. കാരണം നിങ്ങളുടെ അടുത്ത് ബില്ലില്ല. നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ നിയമപരമായിട്ട് ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം നിങ്ങളത് പർച്ചേസ് ചെയ്യുന്നുള്ളതിന്റെ എവിഡൻസ് എന്താ? ബില്ല്. ആ ബില്ല് നിങ്ങളുടെ കയ്യിലില്ല. അയാൾ സമ്മതിക്കണ്ടേ? നിയമപരമായിട്ട് കേസിലേക്കും പോകുമ്പോൾ നിങ്ങൾ കൊടുത്ത പേപ്പറിനൊന്നും പേപ്പറിന്റെ വില പോലും ഉണ്ടാവില്ല. അതായിരിക്കും. അതുകൊണ്ട് പരമാവധി പറ്റുന്നതൊക്കെ ബില്ല് വാങ്ങിയിട്ട് തന്നെ ചെയ്യാം. ഗോൾഡുകാർക്ക് എന്തായാലും GST ഉണ്ടാവും. ഗോൾഡുകാർക്ക് എന്തായാലും GST. കാരണം 40 ലക്ഷം രൂപ ഇല്ല സാർ. എന്നുള്ളത് ഒരു ചെറിയ എമൗണ്ട് അല്ല. അവർക്ക് ഒരു മാസം നടക്കുന്ന സെയിലായിരിക്കും അത്. ഓക്കെ, അത് പറഞ്ഞു. ഗോൾഡിന് എന്ത് സാറേ ഗോൾഡിന് യൂണിഫോം റേറ്റ് വരാത്തത്? ഗോൾഡിനെ സംബന്ധിച്ചോ അല്ലല്ലോ. ഗോൾഡ് പല സ്റ്റേറ്റിലും പല വിലയല്ലേ? ഗോൾഡ് 3% അല്ലേ? 1.5 into 1.5 3% അല്ലേ എല്ലായിടത്തും? 3% അല്ലേ? എല്ലാ സ്റ്റേറ്റിലും 3% ആണോ? അതെ, ടാക്സ് 1 അങ്ങനെയല്ലേ GST? അതെ, എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെ. ടാക്സ് എല്ലായിടത്തും ഒരേപോലെ തന്നെ. ഓക്കെ ഓക്കെ. പക്ഷെ വില വ്യത്യാസം ഉണ്ടല്ലോ. വില ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. അത് മേക്കിംഗ് ചാർജിൽ വ്യത്യാസം വരുന്നത്. അത് അതായത് അത് നിങ്ങൾക്ക് വ്യത്യാസം കേരളത്തിൽ മലബാർ ഗോൾഡിൽ പോയാലും അതിനടുത്ത് വേറെ ഗോൾഡിൽ അല്ലല്ല പോയാലും അതിന്റെ മേക്കിംഗ് ചാർജ് അല്ലല്ല തമിഴ്നാട്ടില് അല്ല ഡൽഹി, മഹാരാഷ്ട്ര, കേരള ഗോൾഡ് റേറ്റ് വ്യത്യാസമുണ്ട്. അതിൽ ഇമ്പോർട്ടിങ്ങിനോ മറ്റുള്ള ചാർജസുകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടാവും. തീരുവകളൊക്കെ അതിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്നതായിരിക്കും ഓരോ സ്റ്റേറ്റ്. അതിപ്പോ യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അത് യൂണിഫോം റേറ്റ് മാത്രമല്ല, ഗോൾഡുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഒരുപാട് പോകും. കാരണം വെച്ചാൽ ഇ-വേ ബില്ലുമായി ഇപ്പം അവസാനത്തെ കൗൺസിലൊക്കെ നിലവിൽ അടിയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പോയതാ. കാരണം 50,000 രൂപയുടെ മുകളിൽ ഇ-വേ ബിൽ എടുക്കണം എന്ന് പറയുമ്പം ഒരുവിധം സ്ത്രീകളുടെ കയ്യിലൊക്കെ ഗോൾഡ് ഉണ്ട്. ഇവരൊക്കെ ഇ-വേ ബില്ലായിട്ട് നടക്കേണ്ടി വരുമോ വേണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1.5 പവന്റെ മുകളിലുണ്ട്, 1 പവന്റെ മുകളിലുണ്ടെങ്കിൽ എന്തായാലും 50,000 രൂപന് മുകളിലായില്ലേ? അത് ഒരുവിധ സ്ത്രീകളുടെ കത്തിലൊക്കെ അല്ലേ. ഇവർ ഇ-വേ ബില്ലായിട്ട് പോണോ വേണം, ഇതൊക്കെ ഒരുപാട് വലിയ ഡിസ്കഷനുള്ള ടോപ്പിക്. അതായത് പറഞ്ഞ തീരത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ പർച്ചേസ് ചെയ്തിട്ട് നിലവിൽ അതാണ് വിഷയം. അതിൽ കസ്റ്റമർ ആര്, ഉപഭോക്താവ് ആര് എന്നുള്ളത് വിഷയമുണ്ട്. ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സംസാരിച്ച തീരത്തില്ല. ഇപ്പം വലിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ശരി, അതിലേക്ക് വരാം. സമയം പോകും ഒരുപാട്. ഓക്കെ, അപ്പം കമ്പോസിഷൻ സ്കീം ആണെങ്കിൽ അയാൾ ഒരു മാനുഫാക്ചറോ ട്രേഡറോ ആണെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ 1%, ഹോട്ടൽ ബിസിനസ് വിത്തൗട്ട് സെർവിങ് ആൽക്കഹോൾ 5%, സർവീസ് ബിസിനസ് ആണെങ്കിൽ എത്ര? 6%. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ പറ്റില്ല. പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ടാക്സ് ഇൻപുട്ട് ആയിട്ട് കിട്ടൂല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ടാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. അവിടെ ആ ഫോർവേഡ് ചാർജ് മെക്കാനിസം, റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായി രണ്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയണം. ഒരുപാട് സമയം പോകുന്നുണ്ട്, അതിനുള്ളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഒന്ന് റെഗുലർ, മറ്റൊന്ന് കമ്പോസിഷൻ. റെഗുലർ ആയിട്ട് എടുത്താൽ എന്താണ്, എല്ലാ മാസവും ഇടപാടുകൾ കാണിച്ച് അതിന് ടാക്സ് പേ ചെയ്യണം. മറ്റേതാണെങ്കിലോ 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഇനി എപ്പോഴാണ് ഗവൺമെന്റിലേക്ക് കണക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് കാണിക്കേണ്ട ഡേറ്റ് ഓൺ ഓർ ബിഫോർ 11th day ഓഫ് ദ നെക്സ്റ്റ് മന്ത്. അതായത് ജനുവരി മാസം ഞാൻ കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടത് ഫെബ്രുവരി മാസം 11-ാം തീയതിക്കുള്ളിൽ കൊടുത്തോളണം. ഫെബ്രുവരി മാസത്തെ കച്ചവടം മാർച്ച് മാസം 11-ാം തീയതിക്കുള്ളിൽ കൊടുത്തോണം. മാർച്ചിന്റെ കച്ചവടം ഏപ്രിൽ മാസം 11-ാം തീയതിക്കുള്ളിൽ കൊടുക്കുക. അതായത് ഓൺ ഓർ ബിഫോർ 11th day ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഇതാണ് സെയിൽസ് കാണിക്കാനുള്ള ഡേറ്റ്. GSTR 1 എന്നൊക്കെ അതിന് പറയും. GSTR 1 ഞാൻ പറയാമെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരുന്ന വെച്ചിട്ടുണ്ടാണ് ഞാൻ മനഃപൂർവ്വം കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ട കാര്യം, അത് 20-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം. ഓൺ ഓർ ബിഫോർ 20th day ഓഫ് ദ നെക്സ്റ്റ് മന്ത്. അതായത് ജനുവരിയിൽ കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 11-ാം തീയതിക്കുള്ളിൽ ഇത്ര കച്ചവടം നടന്ന് എന്നുള്ളത് പറയണം. 20-ാം തീയതിക്കുള്ളിൽ അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇതാണ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരാൾ.
മറ്റേയാള് 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. സത്യം? ക്ലിയർ ആയല്ലോ? ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ GST കൗൺസിൽ നേരത്തെ പറയും. ഈ ഡ്യൂ ഡേറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ, എപ്പോഴാ വെള്ളപ്പൊക്കം ഉണ്ട്, മറ്റേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പം എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ ഡ്യൂ ഡേറ്റുകളൊക്കെ നേടിത്തരാം. നോർമൽ ഡേറ്റ് ഇതാണ്. 11-ാം തീയതിക്കുള്ളിൽ കച്ചവടത്തിന്റെ റിപ്പോർട്ട് കാണിക്കാം. 20-ാം തീയതിക്കുള്ളിൽ അതിന്റെ പൈസ കണക്ക് കൂട്ടിയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കാം. അക്കൗണ്ട്സിന്റെ ബാസിൽ വന്ന് GSTR 1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 11-ാം തീയതിയും 3B ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 20-ാം തീയതി. ക്ലിയർ ആയില്ലേ? സാർ 2 മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി കഴിഞ്ഞാലേ ഈ വേ ബില്ല് കിട്ടാത്ത ഇപ്പൊ ഇത് കിട്ടില്ല, ഇപ്പൊ ഇപ്പൊ ഉണ്ടോ? കിട്ടില്ല. ഇല്ലല്ലേ? ഈ വെബിൽ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. ഈ വെബിൽ എല്ലാത്തിലും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഗവൺമെന്റ്. സർ, ഡ്രസ് മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് GST ഉൾപ്പെടുത്താണ്ടാണല്ലോ ബില്ല് തരുന്നത്. അതെന്തുകൊണ്ടാ? ഇത് എന്തുകൊണ്ടാന്ന് ചുരിദാർ വെച്ച് കഴിഞ്ഞാൽ വാങ്ങുമ്പോ കടക്കാരൻ തരാഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കണം എന്നാണ് നിയമം. പക്ഷെ അയാൾ തരുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവര് കൊടുക്കണം. GST ഇത് അടക്കുന്നുണ്ടല്ലേ, ഡ്രസ്സിന്റെ കാര്യത്തിൽ കളക്ട് മാത്രമല്ല. ചെയ്യുന്നുണ്ടോ? നേരത്തെ ഒരാൾ ഗോൾഡിന്റെ കേസ് പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമായിരിക്കും. വേറൊരു കാര്യമുണ്ട് കേട്ടോ. അയാൾക്ക് GST ഇല്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. സാറ് നമ്മള് ഹോട്ടലില് ഭക്ഷണം കഴിച്ചില്ലേ? കോമളവല്ലി മാഡം എന്തോ ചോദിച്ചല്ലോ. ഒരുണ്ട് അനൂക. ഹെൽത്ത് ഇൻഷുറൻസ് 3000-4000 ഒക്കെ GST എടുക്കുന്നുണ്ടല്ലോ. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ? എന്തിന്റെ ബേസിലാണ്? അതിപ്പോ സർവീസ് അല്ലേ? സർവീസ് ആകുമ്പോ അതിന്റെ അടച്ചതിന്റെ മുകളിൽ അവരെടുക്കും. അത് ചില കേസുകളിൽ ചില ടാക്സിന്റെ മുകളിൽ GST എക്സംഷനുള്ള ടാക്സ് ഉണ്ട്. അതേപോലെ കിട്ടുന്നതിൽ ഇൻകം ടാക്സിന്റെ TDS എക്സംഷൻ ഉള്ള കേസുകളും ഉണ്ട്. ഓക്കെ, ചില കേസുകൾ അത് കൃത്യമായിട്ടും ATCയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന സാധനം കിട്ടത്തില്ല, ഇന്ന സാധനം കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. LICയുടെ ചില പോളിസികൾക്ക് കിട്ടും, ചില പോളിസികൾക്ക് കിട്ടത്തില്ല. അതുപോലെ പല പോളിസികളുണ്ട്, അത് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റിനോട് ചോദിക്കുക, എനിക്കിത് ടാക്സ് ഒഴിവാക്കി കിട്ടാൻ ഇതിന് വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്തരം പോളിസികളെ കുറിച്ച് അവർ പറഞ്ഞുതരും. പിന്നെ അവരോട് തന്നെ ചോദിക്കുക, ATCയിൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇത് എനിക്ക് ഇൻകം ടാക്സിന്റെ എക്സംഷൻ കിട്ടുന്ന കേസാണ്. അല്ല, അതിൽ അവർ എക്സ്പേർട്ടാണ്. ഒന്നും കൂടി നന്നായിട്ട് പറഞ്ഞുതരാം അവര്. കാരണം ഒരാൾ പോളിസി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ വിടത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുക്കേണ്ടി വരും അയാളുടെ അടുത്ത്. എന്തെങ്കിലുമായിട്ട് പിന്നാലെ കൂടെ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതിലാണ് വരുന്നത് GSTയുടെ. അവരോടൊന്നുകൂടി ചോദിക്കാം. നമുക്ക് ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടാനുള്ള വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. അത്ര ചോദിച്ചാൽ മതി, ബാക്കി അവർ പറഞ്ഞുതരും. അതെ, ഒരു പെൺകുട്ടി ചോദിച്ചതിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് B2B സെയിലിൽ കാണിക്കില്ല. അത് ടാക്സ് ഇല്ലാതെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ടാക്സ് ഇല്ലാതെ ടെക്സ്റ്റൈൽസിന്റെ കാര്യം അവർ ചോദിച്ചത് ഇതാണ്. അതായത് അവർക്ക് ബില്ല് കിട്ടുന്നില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് നോർമലി കടക്കാര് ചില ആളുകൾക്ക് കൊടുക്കൂല, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കേസുകൾ അവർക്ക് GST ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ കൊടുക്കാതിരിക്കും. ഈ 2 കേസുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം ടാക്സ് വെട്ടിപ്പ് തന്നെയാണ്. അത് ഓരോ കടക്കാരുണ്ട്. അതിപ്പോ ഗോൾഡാർ കൊടുക്കാത്തുണ്ട്, സർവീസ് കൊടുക്കാത്തുണ്ട്, മാനുഫാക്ചറിംഗ് കൊടുക്കാത്തുണ്ട്, ട്രേഡേഴ്സ് കൊടുക്കാത്തുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ സ്റ്റോക്കിൽ വ്യത്യാസം വരില്ലേ? അത് എല്ലാത്തിലും വ്യത്യാസം വരും. കള്ളക്കടത്ത് നടക്കുന്നവൻ എന്ത് സ്റ്റോക്കാ? അവരൊന്നും നോക്കത്തില്ലല്ലോ, അല്ലേ? ഇതിൽ ഈ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അക്കൗണ്ട്സ് റെഡിയാക്കാൻ കഴിയില്ല. അവർക്ക് 2 അക്കൗണ്ട്സ് ഉണ്ടാവും. വൈറ്റ് അക്കൗണ്ട് ഉണ്ടാവും, ബ്ലാക്ക് അക്കൗണ്ട് ഉണ്ടാവും. ഒന്നിൽ ക്ലിയർ ആയിരിക്കും. അത് അക്കൗണ്ട്സ് ചെയ്യുന്ന ആളുകൾക്ക് അറിയും. ഇപ്പൊ മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് അത്ര കത്തിയിട്ടുണ്ടാവില്ല. വൈറ്റും ബ്ലാക്കും എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്ഥാപനങ്ങളിൽ 2 അക്കൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് ഫോർ ദ ഓണേഴ്സ്, സെക്കൻഡ് ഫോർ ദ ഗവൺമെന്റ്. സെക്കൻഡിൽ നമുക്കൊരു ബിസിനസ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതല്ലേ പഠിക്കേണ്ട സർ? നമുക്കിപ്പോ ഒരു ബിസിനസ് നമ്മളിപ്പോ പഠിച്ചിട്ട് അക്കൗണ്ട്സ് ചെയ്ത് കൊടുക്കണേ, നമ്മൾ പഠിക്കേണ്ടത് അതല്ലേ? പഠിക്കണം. അതിന് നിങ്ങൾ അങ്ങോട്ടേക്ക് വരും, പെയ്ഡ് സെഷനിലേക്ക്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞോ. പൈസക്കാരനാവാൻ പറ്റില്ല. അതെ അതെ അതെ. വെട്ടിപ്പ് നടത്താനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. വെട്ടിപ്പ് നടത്തണമെങ്കിൽ ഇതിന്റെ റൂൾസ് അറിയണം കൃത്യമായിട്ടും. കക്കാൻ അറിയണമെങ്കിൽ നിൽക്കാനും കൂടി പഠിക്കണം. അല്ലാതെ നിങ്ങൾ എന്റെ പകുതി വാക്ക് കേട്ടിട്ട് ഇപ്പൊ നാളെ ഒന്ന് ടാക്സ് വെട്ടിക്കാൻ ഇറങ്ങിയല്ലേ? ടാക്സിന്റെ നമുക്ക് എന്താ പറയുക, അനുവദനീയമായ ഒരുപാട് ലൂപ്പ് ഹോൾസുകൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾസ് നമുക്ക് ഉപയോഗിക്കാം. അത് അനുവദനീയമായതാണ് ആ ലൂപ്പ് ഹോൾസ്. അതല്ലാത്ത സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിടിക്കും. സർ, ഒരു അക്കൗണ്ടന്റിന്റെ പണി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണല്ലോ അല്ലെ? ശരിക്കും
നമ്മള് അങ്ങനെ ഞാൻ ടാക്സിനെല്ലാം പറയത്തില്ല. റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ ഒരു അങ്ങനെയില്ല. അക്കൗണ്ടന്റിന്റെ പണി. അത് ഇല്ലില്ല, അങ്ങനത്തെ പണിയൊന്നുമില്ല. അല്ല, അക്കൗണ്ടന്റ് പണി അങ്ങനെ നിങ്ങൾ ഒരിക്കലും സത്യസന്ധതയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഔട്ടാണ്. നെക്സ്റ്റ് ഡേ വരണ്ട പറയും മുതലാളി. എങ്ങനെയാ? പണിക്ക് അങ്ങനെയൊന്നുമില്ല വരണ്ട. കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സത്യസന്ധമായിട്ട് പറഞ്ഞുതരാം. നിന്നാല് മുമ്പ് പോയിക്കോളാം. ശബ്ദം നിങ്ങൾ കുറവാ, നിങ്ങൾ ശബ്ദം പറഞ്ഞതൊക്കെ കുറവാ. ശരിയാണ്. കള പറയും. സാറേ ഞങ്ങൾ ഇപ്പൊ ഇത് ഇങ്ങനെ ആയിരുന്നു മുമ്പ്, എന്നാൽ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം പറയാം, അങ്ങനത്തെ ബിസിനസ്സുകൾ ഇപ്പം കുറവാ. അക്കൗണ്ട്സിൽ ഇപ്പൊ നിൽക്കുന്ന ആളുകളെന്ന് പറയണേ, സത്യസന്ധമായിട്ട് പറയണേ, ഒന്നും എല്ലാവരും ട്രാക്ക് കയറിക്കണം. ഇല്ലില്ല. വളരെ കുറഞ്ഞ ഞാൻ ആളുകൾ മാത്രമാണ് ഇപ്പോഴും ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാരം സാറേ, എന്താ ഇപ്പോഴത്തെ മൊത്തത്തിലെ ക്ലയന്റിന്റെ അവസ്ഥ? മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവർ നമ്മോട് പറയല. അപ്പൊ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മോട് ഇങ്ങനെ പറയാൻ തരാം, എനിക്ക് ഇത്ര അടക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് വലിക്കായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. ഇയാൾ അടക്കാൻ പറ്റുന്ന എമൗണ്ടിൽ എന്ത് ചെയ്യുക, അതായത് ടാക്സ് പേബിൾ എന്ന നെറ്റ് സംഭവത്തിൽ പിന്നെ ഡിഡക്ഷൻ, പിന്നെ ഗ്രോസ്, ഇങ്ങനെ കണ്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി കറക്റ്റ് ആയിട്ട് ടാക്സ് കാണിച്ച് പോയി, ഇല്ലെങ്കിൽ ഇൻകം ടാക്സിന് നോട്ടീസ് പോകാൻ തുടങ്ങി. കണക്കിലില്ലാത്ത പൈസ, അതൊക്കെ ഇപ്പം പ്രശ്നമാണ്. മുമ്പത്തെ പോലെ പ്രഭാകർ സാർ അങ്ങനെ തന്നെയല്ലേ ഇപ്പം? അതെ ട്രെൻഡ് അതെ അതെ. മാറിയില്ലേ? ഇപ്പൊ AI കണക്റ്റഡ് ആയത് കാരണം നോട്ടീസ് ഓട്ടോമാറ്റിക് ആയി ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ ഇൻകം ടാക്സ്. അപ്പം ആ പഴയതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. 8ന്റെ എല്ലാം മണി മാറി. കിട്ടും ഇല്ലെങ്കിൽ. ആ സിൻഡോ സിന്ധു അങ്ങനെ ഉണ്ട്. തന്നെയല്ലേ? ആ ഇവർക്ക് സിൻഡോ 8ന്റെ ഒക്കെ മണി കിട്ടും. കൺസൾട്ടന്റ് ആണ്. സിൻഡോ കൺസൾട്ടന്റ് ആണ്. അതൊരു ചോദിച്ചു നോക്കി. അതൊക്കെ ട്രെൻഡ് മാറിക്കണം സാറേ ഇപ്പൊ. ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ. ഏഹ് ഞങ്ങൾ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, അല്ല പൊതുവെയുള്ള അപ്പൊ ട്രെൻഡ് കൺസൾട്ടൻസിന് ലിൻഡോനോട് അറിയാം. പൊതുവെ അതെ ട്രെൻഡ് എന്ന് ലിൻഡോന് പറയുന്നത് മൊത്തത്തിൽ എല്ലാവരും ട്രാക്ക് കയറി ടെൻഷൻ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഓക്കെ, സാറ് എല്ലാവരും പാൻ അക്കൗണ്ട് കൊടുക്കുന്ന കാരണം ഇപ്പൊ ആർക്കും അങ്ങനെ കളിക്കാൻ പറ്റില്ല. എല്ലാം ഇപ്പോഴും കണക്റ്റഡ് ആണ്. സെയിലും കുറച്ചും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ കുടുങ്ങിയിരിക്കും. പണി കിട്ടും. ഒരു സംശയമില്ല. സ്റ്റോക്ക് പ്രോബ്ലം വരും. സ്റ്റോക്കിൽ പ്രോബ്ലം വന്നു വെച്ചാൽ ഇൻകം ടാക്സ് ജസ്റ്റ് അങ്ങനെ വെച്ചൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സെയിൽ കുറച്ച് കാണിക്കുകയും അതിന്റെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പിടിക്കും. പക്ഷെ സ്റ്റോക്കിന് അങ്ങനെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിക്കോളെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് ഉറപ്പായിട്ട് പിടിക്കും. ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഒരു എന്തായാലും ആവറേജ് എന്തായാലും നോക്കി ശ്രദ്ധിച്ചോളി. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പരമാവധി. കാരണം അതൊരു നല്ലൊരു രീതിയല്ല. എന്തായാലും പക്ഷെ ഇത് കേസ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നിയമ കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടുത്താൻ നിങ്ങളെ പറ്റത്തില്ല. ഈ ഇൻകം ടാക്സിലെ ഓൾഡ് റിജീമോ ന്യൂ റിജീമോ ഇല്ലേ? അത് ഓൾഡ് റിജീമാണോ ന്യൂ റിജീമാണോ ബെനിഫിഷ്യല്? ഞാൻ ഓൾഡ് ആണ് ചെയ്യുന്നത്. ന്യൂ റെജീം ആണെങ്കിൽ എനിക്ക് ചെയ്യാം. ഓൾഡ് കഴിഞ്ഞാലേ ഡിഡക്ഷൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഈ 15 അതല്ലേ BC-ന്റെ ആ കണക്കല്ലെന്ന് വെച്ചാൽ 150-ന്റെ അതല്ലേ ചോദിച്ചേ? ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കാം. അപ്പം 2 രീതിയിൽ പറഞ്ഞു, കമ്പോസിഷൻ, റെഗുലർ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേ, ഡൗട്ടുകൾ ചോദിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, കുഴപ്പമില്ല. അപ്പൊ 2 രീതിയിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു, റെഗുലർ, കമ്പോസിഷൻ. അപ്പൊ ആരാണ് നിർബന്ധമായിട്ടും എടുക്കേണ്ട ആളുകൾ? നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയുണ്ട്. ഒരാൾക്ക് ഒരു വർഷത്തിൽ അയാളുടെ ടേൺ ഓവർ ഗവൺമെന്റ് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബിസിനസ്സുകാർ നിർബന്ധമായിട്ടും GST എടുക്കണം. അതിന്റെ ടേൺ ഓവറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ 40 ലക്ഷം രൂപയുടെ മുകളിൽ കച്ചവടം വന്നു കഴിഞ്ഞാൽ അയാൾ നിർബന്ധമായിട്ടും GST എടുത്തോളണം. അതുവരെ അയാൾക്ക് GST-യുടെ ബാധ്യതയില്ല. അതായത് കസ്റ്റമേഴ്സിനൊക്കെ GST-ന്റെ ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല. GST-യിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ, റിട്ടേൺസ് ഫയൽ, ഈ കാര്യങ്ങളൊന്നും അയാളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ നോർമലി നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുകിട ബിസിനസ്സുകളൊക്കെയും GST എടുക്കാത്തതിന് കാരണം അവർക്ക് ടോട്ടൽ 40 ലക്ഷം രൂപയുടെ കച്ചവടം ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഒരു സർവീസ് ബിസിനസ് ആണെങ്കിൽ 20 ലക്ഷം രൂപയുടെ മുകളിൽ കച്ചവടം ഒരു വർഷത്തിൽ നടന്നാൽ മാത്രം അവർ GST എടുത്താൽ മതി. അല്ലാത്ത ആളുകൾ ഒരിക്കലും GST എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഒന്നാമത്തെ കേസ്. പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ. ഗവൺമെന്റ് പറഞ്ഞ ലിമിറ്റിന്റെ മുകളിൽ സെയിൽ വന്നാൽ മാത്രം അയാൾ GST എടുത്താൽ മതി. ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 40 ലക്ഷം രൂപ, സർവീസ് ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ 20 ലക്ഷം. അതുവരെ GST എടുക്കാതെ പോകാം. ഇനി ഒരാളെ കടയിൽ 1 കോടി റുപ്യന്റെ സാധനം ഉണ്ടെങ്കിലും അയാൾക്ക് GST-യുടെ ബാധ്യത വരത്തില്ല. എപ്പോഴേ വരത്തുള്ളൂ? 40 ലക്ഷം റുപ്യന്റെ കച്ചവടം നടന്നാൽ മാത്രം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് സാറേ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു സെല്ലറ് ഗുഡ്സ് വെക്കുമ്പോ അവർക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റുമോ? ഇല്ല, GST ഇല്ലാഞ്ഞ ഇൻപുട്ട് കിട്ടില്ലല്ലോ.
അപ്പോ അയാൾ പറയല്ലോ നിങ്ങൾ GST എടുത്താലാണ് ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുള്ളൂ എന്ന് പറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേണമെങ്കിൽ എടുക്കാം, മൈ ഡൗട്ട്. വേണമെങ്കിൽ എടുക്കാം അയാൾക്ക്. അതായത് ഞാൻ പറഞ്ഞത് പേഴ്സൺ ലാബിൾ ആർക്കാണോ ബാധ്യത വരുന്നത് 40 ലക്ഷം. ഇനിയിപ്പോ അയാൾക്ക് ഒരു ബാധ്യത ഇല്ലെങ്കിൽ അയാൾക്ക് GST എടുക്കണമെങ്കിൽ എടുക്കട്ടോ, പോലീസ് എടുക്കൊന്നുമില്ല. വോളണ്ടറി ബേസിലാക്കി GST എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വോളണ്ടറി രജിസ്ട്രേഷൻ നമ്മൾ പറയാം. ഇപ്പം നിർബന്ധമായിട്ട് എടുക്കേണ്ട ആളുകൾ ആരാണ്? പേഴ്സൺ ലാബിൾ, അതായത് ബാധ്യതയുള്ളത് 40 ലക്ഷം രൂപയുടെ മുകളിൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും 20 ലക്ഷം രൂപയുടെ മുകളിൽ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും മാത്രമാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ബാധ്യത വരുന്നത്. അല്ലാത്ത ആളുകൾക്ക് എന്തില്ല, ഇതിന്റെ ബാധ്യത വരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കേസ്, പേഴ്സൺ ലാബിൾ. രണ്ടാമത്തെ കേസ് നോട്ട് റിക്വയർഡ് ആണ്. ഒരിക്കലും എടുക്കേണ്ടാത്ത ആളുകൾ. 1 കോടി രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിൽ എടുക്കേണ്ടാത്ത ആളുകളുണ്ട്. 1 കോടി രൂപയുടെ കച്ചവടം, അതായത് അഗ്രികൾച്ചറലിസ്റ്റ്, പൂർണ്ണമായിട്ടും GST ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ. പേഴ്സൺ എക്സ്ക്ലൂഡിംഗ് GST. GST ഇല്ലാത്ത ഈ ഒരു കേസുകൾ എന്ത് ചെയ്യണം, അവർ ഒരിക്കലും ചെയ്യും. അതായത് പച്ചക്കറി, അതായത് ഒരു ഫാർമർ അയാൾ GST എടുക്കേണ്ട ആവശ്യമില്ല. ഹാൻഡ് മെയ്ഡ് ആയിട്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെക്കുന്ന അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് രണ്ടാമത്തെ കേസ്. ക്ലിയർ? മുഴുവൻ കേസുകളും പറഞ്ഞു പോകില്ല, ഓടിച്ചു പോവാം, കാരണം സമയത്തിനകത്ത് തീർക്കണമല്ലോ. രണ്ടാമത്തെ കേസ് അത്. മൂന്നാമത്തെ കേസ് കമ്പൾസറി രജിസ്ട്രേഷൻ ആണ്. മൂന്നാമത്തെ കേസ് കമ്പൾസറി. ഒന്നാമത്തത് പേഴ്സൺ ലാബിൾ, അത് പറഞ്ഞു ത്രെഷോൾഡ് ലിമിറ്റ് 40 ലാഖും 20 ലാഖും. രണ്ടാമത് നോട്ട് റിക്വയർഡ് ആണ്. ഒരിക്കലും GST എടുക്കേണ്ടാത്ത ആളുകളെ കുറിച്ചാണ് നോട്ട് റിക്വയർഡ് പറയുന്നത്. മൂന്നാമത്തത് കമ്പൾസറി രജിസ്ട്രേഷൻ ആണ്. അയാൾക്ക് 40 ലക്ഷം രൂപയുടെ സെയിൽ ഇല്ലെങ്കിലും ഇനി പറയുന്ന കേസുകളിൽ അയാൾ നിർബന്ധമായിട്ട് GST എടുത്തോണം. പേഴ്സൺ മേക്കിംഗ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തോളണം. ഇ-കൊമേഴ്സ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് നിർബന്ധമായിട്ടും GST എടുത്തോളണം. നിലവിൽ ഇ-കൊമേഴ്സ് വഴി ബിസിനസ് ചെയ്യുന്ന ആളുകളും GST എടുക്കണം. അല്ലാഞ്ഞാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആക്സസ് തരത്തില്ല. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോയി നോക്കി കഴിഞ്ഞാൽ അവർ ആദ്യം പറയാം GST വേണം, ഇല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇ-കൊമേഴ്സിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇൻഡസ്ട്രിയായിട്ട് സെയിൽ നടത്തുന്ന ആളുകൾ, CTP. പിന്നെ CTP എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ദെൻ NRTP എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, NRTP. അപ്പൊ CTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷണലി മറ്റു സ്റ്റേറ്റുകളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ CTP എന്ന് പറയുക, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഉദാഹരണം, എനിക്ക് കേരളത്തിലാണ് എൻ്റെ ബിസിനസ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ ഞാൻ മറ്റു സ്റ്റേറ്റുകളിൽ പോകും, ബിസിനസ് ചെയ്യും, തിരിച്ചു വരും, എക്സിബിഷനുകളിൽ പോയി പങ്കെടുക്കും. ഉദാഹരണം, എനിക്ക് കേരളത്തിൽ ഒരു ബിസിനസ് ഉണ്ട്, എനിക്ക് തമിഴ്നാട്ടിൽ ഒരു എക്സിബിഷൻ കിട്ടി, ഞാൻ ആ തമിഴ്നാട്ടിലെ എക്സിബിഷനിൽ പോയിട്ട് എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ്. ആ എക്സിബിഷൻ കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ നാട്ടിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഒക്കേഷണലി മറ്റു സ്റ്റേറ്റുകളിൽ പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇവരും നിർബന്ധമായിട്ട് എടുത്തോളണം. ക്ലിയർ ആയില്ലേ? അതായത് ഓണത്തിന്റെ സമയത്ത് കേരളത്തിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും പൊങ്കലിന്റെ സമയത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. CTP, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കറക്റ്റ് അല്ലേ? വാലിഡിറ്റി 90 ഡേയ്സ് അല്ലേ? വാലിഡിറ്റി 90 ഡേയ്സ്. വാലിഡിറ്റി 19 ഡേയ്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ആരോ സ്ക്രീൻ ഷെയർ ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, അടുത്ത കേസ് ശ്രദ്ധിക്കണേ. ഹലോ ആ സർ, ഈ റെഗുലറും കോമ്പോസിഷനും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുള്ളൂ? അല്ലാത്തവരും എടുക്കണം. അല്ല, വേറൊരു ബിസിനസ്സും ഇല്ലെങ്കിൽ എടുക്കാല്ലേ? എടുക്കണം. വേറെ സ്റ്റേറ്റ് പോയിട്ട് ചെയ്യണമെങ്കിൽ എടുക്കണം. CTP നമ്മളുടെ ഇവിടെ തന്നെ ഇപ്പൊ വേറെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ല, ഫ്രഷ് ആയിട്ട് എടുക്കെങ്കിലും കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് എടുക്കാൻ പറ്റും? എടുക്കാൻ പറ്റും. ഓക്കെ. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് കാണിക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞോട്ടെ സർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ നമ്മളെ ലക്ഷറി കാറൊക്കെ വാങ്ങുമ്പോ GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? ലക്ഷറി കാർ വാങ്ങുമ്പോ GST എടുക്കണം എന്ന് ആരോ പറഞ്ഞേ?
അങ്ങനെ വന്നിട്ട് കാറിൽ എടുക്കുന്ന ആൾക്കാർ GST രജിസ്ട്രേഷൻ കാണിക്കണം, സബ്മിറ്റ് ചെയ്യണം, GST ഇത് കാണിച്ചു കൊടുക്കണം. ആര് പറഞ്ഞു നിങ്ങളോട്? എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ആ കാറ് വാങ്ങുന്ന ആൾക്കാർക്ക് സ്റ്റേറ്റിന്റെ ഒരു ഇതില് ടാക്സിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലോ. യൂണിയൻ ടെറിട്ടറിയിലല്ല. ഓ, എന്ത് ടാക്സ് പ്രശ്നമായിരിക്കും? വെട്ടി എന്താന്ന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് GST ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ അതിനെന്ത് സ്റ്റേറ്റിന് വെട്ടിക്കാനൊന്നും ഇല്ലല്ലോ അതിനകത്ത്. അല്ല, ടാക്സ് കുറവുണ്ടല്ലോ. അപ്പം പോണ്ടിച്ചേരി ഒക്കെ ടാക്സ് കുറവുണ്ടല്ലോ. അപ്പൊ അവിടെ ഇവിടെ വന്നിട്ട് അതർ സ്റ്റേറ്റുകാർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇതുമായി കണക്ട് ചെയ്ത അത് സാധനമല്ല. അത് നമ്മൾ ഓ GST, നമ്മൾ കാറ് വാങ്ങുന്നതിനൊക്കെ GST എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്. പിന്നെ ആ കാറ് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ GST ക്യാൻസൽ ആക്കുകയാണോ വേണ്ടേ? എന്താന്ന് എനിക്ക് അറിയില്ല. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാ അത് റോങ് ആണ്. അതിനെ കേട്ട പറ്റിട്ട്. വിവരം റോങ്. അതായത് ഇപ്പൊ നമ്മൾ കാറ് വാങ്ങി GST എടുത്തു, പിന്നെ വൺസ് നമ്മൾ GST എടുത്താൽ പിന്നെ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? ഒരു കാറ് വാങ്ങിയ നമ്മൾ GST എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല ഈ കാറ് വാങ്ങിയതിന്റെ ഇൻപുട്ട് നമുക്ക് ക്രെഡിറ്റ് കിട്ടൂല, ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് നോർമലി ബിസിനസ്സുകാർ വാങ്ങിയ പോലും GST അത് കയറ്റാറില്ല, അല്ലേ പ്രഭാൻ സാറെ? അല്ല സിൻഡോങ് അല്ലേ? നോർമലി കാർ വാങ്ങിയ പോലും GST ബില്ലിലൊക്കെ അത് കയറ്റത്തില്ല. പിന്നെ GSTന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. പേഴ്സണൽ പർപ്പസ് ആണല്ലോ. അതെ, അത് കേട്ടത് നിങ്ങൾ കേട്ടതോ മനസ്സിലാക്കിയ എന്തോ റോങ് ആണ്. അങ്ങനെ ഇല്ല. ഓക്കെ, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം സാർ. എന്റെ അടുത്ത് ഒരാള് അയാള് പറഞ്ഞത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ കേട്ടെടുത്ത് മാറിയതായിരിക്കും. അതെ അതെ അതെ. പക്ഷെ ഇനി വേറെ ഇല്ല, GSTയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. നിങ്ങൾ GST എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ആ ടാക്സ് 100% നിങ്ങൾ പേ ചെയ്തിരിക്കണം. ടാക്സ് 100% പേ ചെയ്തിരിക്കണം. പിന്നെ TCSുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു TCSന്റെ ഒരു 1%, അതുമായി കണക്ട് ചെയ്ത് വേറെ ഇഷ്യൂ ഉണ്ട്. അതും നിങ്ങൾ GSTയുമായി കണക്ട് ചെയ്ത സംഭവമല്ല. അത് നിങ്ങൾക്ക് TCS നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? അത് ഇൻകം ടാക്സിന്റെ ഡിഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. 26AS അത് വരും. അറിയാത്ത ആളുകളൊന്നും കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. പക്ഷെ അതിനകത്ത് ആ ടേം പറഞ്ഞാൽ അത് കിട്ടത്തുള്ളൂ. 26AS എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിനകത്ത് കിട്ടും. അത് എല്ലോ അല്ല, അതിനും കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, എനിവേ, അപ്പം നിർബന്ധമായിട്ട് എടുക്കേണ്ട ആളുകൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ പറഞ്ഞു ഞാൻ കേരളത്തിലാണ്, ഒക്കേഷണലി മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇവരെയാണ് CTP എന്ന് പറയാം. NRTP എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരാള്, അയാൾ ഇന്ത്യയിൽ വരുന്നു, ബിസിനസ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം? GST എടുക്കണം എന്നാണ് NRTPയിൽ പറയുന്നത്. മൂന്നാമത്തത് OTT പ്ലാറ്റ്ഫോമുകൾ. ഇവരെന്ത് ചെയ്തോളണം? നിർബന്ധമായിട്ടും GST എടുത്തോണം. കമ്പൾസറി രജിസ്ട്രേഷൻ ആണ് ഇവർക്ക്. ഇത്തരം ബിസിനസ്സുകളാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാൾ 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഷോൾഡ് ലിമിറ്റിന് വെയിറ്റ് ചെയ്യണതില്ല. GST എടുക്കുക, എടുത്തിട്ട് തുടങ്ങിയാൽ മതി. വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇല്ലല്ലോ, വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. സെയിൽസ് ആണ് പറഞ്ഞത്. സപ്ലൈ, ഇൻഡസ്ട്രിയേറ്റ് സപ്ലൈ, ഇൻഡസ്ട്രിയേറ്റ് പർച്ചേസ് പ്രശ്നമില്ല. സെയിൽസിന് ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് ഇൻപുട്ട് കിട്ടില്ല. ഇല്ല, അതിൽ കിട്ടുന്ന കേസുകളുണ്ട്, കിട്ടാത്ത കേസുകളുണ്ട്. ക്രെഡിറ്റിൽ തന്നെ ബ്ലോക്ക്ഡ് ഉണ്ട്, അൺബ്ലോക്ക്ഡ് ഉണ്ട്. ഓക്കെ, OTP ലാസ്റ്റിൽ പറഞ്ഞില്ല. OTT എന്ന് പറഞ്ഞാല് എന്താ? OTT പറഞ്ഞാല് ഈ ആമസോൺ പ്രൈം, പിന്നെന്തൊക്കെയല്ലേ? നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓക്കെ. അതായത് അവരുടെ സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള പവർ, അവരുടെ സബ്സ്ക്രിപ്ഷൻ ആക്സസ് ചെയ്യാനുള്ള പവർ നമുക്ക് തരുന്ന ഉള്ള ബിസിനസ്സുകൾ. അതിന് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ ഉള്ളിലേക്ക് കയറി പറയാത്താണ്. സോ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനി ഇന്ത്യൻ്റെ ഉള്ളിലുള്ള കമ്പനിക്ക് തരുന്നുണ്ട്. കുറച്ചുകൂടി കേസുകളൊക്കെ പറയുന്നത് ഉള്ളിലേക്ക് കയറി പറയുന്നില്ല. നിങ്ങൾ തൽക്കാലം OTT പ്ലാറ്റ്ഫോം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് കമ്പൾസറി രജിസ്ട്രേഷൻ. എന്താ ചോദിച്ചല്ലോ സാർ? ഒരു ഡൗട്ട്. ഈ കാഷ്വൽ ടാക്സബിൾ പെർസെന്റേജിൽ വാലിഡിറ്റി 19 days ആണെന്ന് പറഞ്ഞില്ലേ? 90 days. അപ്പൊ ആ 90 days പറയുമ്പോ നമ്മളിപ്പോ എക്സിബിഷനൊക്കെ പോയി പറഞ്ഞാൽ അപ്പൊ ആ വിത്തിൻ 90 days റിട്ടേൺ തിരിച്ച് നമ്മൾ വരണമെന്നാണോ? അങ്ങനെയാണോ? 90 days വരെയാണ്. ഇപ്പോൾ വൺസ് നമ്മളൊരു കാഷ്വൽ ടാക്സബിൾ രജിസ്ട്രേഷൻ എടുത്ത 90 ദിവസമാണ് അതിന്റെ കാലാവധി. 90 ദിവസം രജിസ്ട്രേഷൻ കാലാവധി.
രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകും. അപ്പൊ അതിന്റെ ഉള്ളിൽ നോർമൽ തിരിച്ചു വരും. പിന്നെ ഈ 90 ദിവസം കൊണ്ട് തീർന്നിട്ടില്ല എന്ന് വിചാരിക്കും, അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർക്ക് അത് വീണ്ടും 90 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല അവർക്ക് ഒരുപാട് കണ്ടീഷൻ ഉള്ളിലേക്ക് കയറി പറയാത്ത ഒരുപാട് പറയേണ്ടിരുന്നു വെച്ചിട്ടാണ്. പക്ഷെ അവർക്ക് ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. അവർ അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ഇങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഉള്ളിലേക്ക് പറഞ്ഞാൽ തീരത്തില്ല എന്നുള്ളതുകൊണ്ട്, കാരണം വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട്. അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. അടച്ച എമൗണ്ട് അധികമാണെങ്കിൽ തിരിച്ചു കിട്ടും, കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും അടച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ കുറെ കേസുകളുണ്ട്. 90 ഡേയ്സ് പ്രോപ്പർ ഓഫീസർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ആ സ്റ്റേറ്റിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ അവർ വീണ്ടും എടുക്കണം. ഒരേ സ്റ്റേറ്റിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെന്റ് ടൈപ്പിന് വേറെ എടുക്കണം. അത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് സാധനം ഇതിനുള്ളിൽ എത്രത്തോളം മുക്കിയിട്ടാണ് ഇത് ഓടുന്നത് എന്നുള്ളത്, കാരണം എന്നാലേ തീരത്തുള്ളൂ. ക്ലിയർ ആയില്ലേ? പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പരമാവധി ഷെയർ ചെയ്യുന്നത് മാത്രം. 2 സെഷൻ കൊണ്ട് അവസാനിപ്പിക്കാൻ തീർച്ചയായിരുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ അത്രയും വലിയൊരു ടോപ്പിക്കാണിത്. പക്ഷെ അറിഞ്ഞിരിക്കണം, നിയമമാണ്. അതായത് മുഴുവൻ പഠിച്ചിട്ട് നമ്മളിത് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ ബിസിനസ് ചെയ്യുന്നവർക്ക് മിനിമം ഇതിൽ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പോലത്തെ കൺസൾട്ടന്റ് എന്താന്ന് പറയുന്നത് അത് നിങ്ങൾ എടുത്ത് തരേണ്ടി വരും. ഇല്ലേ? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കഥയുണ്ട്. അവൻ പറയുന്നത് പള്ളിയിൽ ഹൗലുണ്ട്, അതുകൊണ്ട് നേരത്തെ പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പള്ളിയിൽ ഹൗലുണ്ട്, അതുകൊണ്ട് നേരത്തെ പോകണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലായോ? പള്ളിയിൽ വുളു കൊടുക്കുന്ന ഒരു ഹൗൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതുണ്ട്, അതുകൊണ്ട് നേരത്തെ പോകണം എന്ന് പറഞ്ഞു. അത് ടീച്ചർ വിട്ടും ചെയ്തു. അപ്പൊ എന്താ ബേസ് മിനിമം അറിയാത്തോണ്ടോ? അല്ല പന്ന പള്ളിയിൽ ഹൗലുണ്ട്, നേരത്തെ പള്ളിയിൽ എല്ലാ പള്ളിയിലും ഹൗലുണ്ട്, വുളു കൊടുക്കുന്ന കൈ കേൾക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഹൗല് എന്ന് പറയുമ്പോ വേറെന്തോ പരിപാടിയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ടീച്ചർ ആ വെക്കും പറഞ്ഞു. അപ്പൊ അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. ഹൗല് എന്ന് പറഞ്ഞാല് നമ്മൾ കൈയും കാലും കഴുകുന്ന സ്ഥലത്തിന് അറബിയിൽ ഹൗല് എന്നാണ് പറയാം. ഹൗല് എന്നാണ് അതിന്റെ അർത്ഥം. പള്ളിയിൽ ഹൗല് ഉണ്ട്, നേരത്തെ പോകണം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഒതു കൊടുക്കുന്ന ഈ കഴുകുന്ന സ്ഥലം പള്ളിയിലുണ്ടാവും, അമ്പലത്തിലുണ്ടാവും, മാത്രമല്ല സ്കൂളിലുണ്ടാവും. അതിന് അറബി പറഞ്ഞപ്പോ ഇതിന് എന്തായി, പൊയ്ക്കോന്ന് പറഞ്ഞു ടീച്ചർ. അപ്പൊ അതേപോലെ GSTയിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയണേ അതിന് ഒരു 40 റുപ്യ ഫൈൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ കൊടുത്താളി, വേറെ ചൊറന്നാക്കണ്ട, അങ്ങനെ വേഗം കൊടുത്താളി എന്ന് നമ്മൾ 40 റുപ്യ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ നമുക്ക് ചോദിക്കാൻ കഴിയണം എന്തിനാണ്, ഏത് ആക്ടിന്റെ മുകളിലാണ് ഇത് വന്നത് എന്നുള്ളതും ആ ആക്ടിനെ കുറിച്ച് ചെറിയൊരു ബോധ്യം നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഒരു മിനിമം നോളജ് നിങ്ങൾക്ക് എന്തായിരിക്കണം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മിനിമം നോളജ് കൂടെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി കമ്പൾസറി രജിസ്ട്രേഷൻ പറഞ്ഞു. ഇനി നേരത്തെ ആരും ചോദിച്ച പോലെ വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 21 പ്രകാരം, 21 ഞാൻ പറഞ്ഞില്ലല്ലേ, 21 വിട്ടു, സോറി. ലേബിൾ GST എടുക്കാനുള്ള ബാധ്യതയുള്ള കേസുകളും ബാധ്യതയില്ല, കമ്പൾസറി ആയിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. എന്നാലും ചില ആളുകൾ GST എടുക്കും. അവരെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രൻസ് എന്ന് പറയാം. GST എടുക്കേണ്ട നിർബന്ധമായ ഒരു സാഹചര്യവും ഇല്ല. ഈ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇവർ GST എടുക്കുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. അതായത് നേരത്തെ ആരോ പറഞ്ഞില്ലേ, കസ്റ്റമർ, വേണുഗോപാൽ സാറാ പറഞ്ഞെന്ന് തോന്നുന്നു, കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, അതിനെടുക്കുന്ന GST ആണ് വളരെ. ഇപ്പൊ ഉദാഹരണം, ഞാൻ ബന്ന കച്ചവടം ചെയ്യണം, ബന്നനോട് പറയാണ് GST ബില്ല് ഉണ്ടെങ്കിലേ ഞങ്ങളിടുന്ന് ഒരു പർച്ചേസ് ചെയ്യുള്ളൂ എന്നൊരു കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 40 ലക്ഷം രൂപ എടുത്തിട്ട് മതി എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ 40 അമ്മ എന്നെ വിളിച്ചോളി എന്ന് പറയും. അയാൾ വേറെയും പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് എടുക്കേണ്ട സാഹചര്യം. അതായത് GSTയുടെ കണക്ക് പ്രകാരം ഒരു സാഹചര്യം നമുക്കില്ല, പക്ഷെ കച്ചവടം നടക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് എടുക്കേണ്ടി വരും. ഇവരെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രൻസ് എന്ന് പറയാം. ചില ആളുകൾക്ക് ലോൺ കിട്ടണമെങ്കിൽ ബാങ്ക് വരും, GST ഉണ്ടെങ്കിലേ ലോൺ കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോഴും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എടുക്കും. എന്തില്ലെങ്കിൽ GSTയുടെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ സംഭവം എടുക്കേണ്ടി വരും. ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രൻസ് എന്ന് പറയാം. 4 കേസുകൾ പറഞ്ഞു. ഒന്നാമത്തത് പേഴ്സൺ ലാബിൾ, സെക്കൻഡ് നോട്ട് റിക്വയർഡ്, മൂന്നാമത്തത് കമ്പൾസറി, നാലാമത്തത് വോളണ്ടറി. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ ഒരു സെക്ഷനുമായി പറയുകയാണെങ്കിൽ സെക്ഷൻ 21, സെക്ഷൻ 22, 23, 24 എന്നുള്ള രീതിയിലെ കാറ്റഗറി ഉള്ളതാണ്. ഞാൻ അതിൽ സെഷൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു മുമ്പോട്ടേക്ക് പോയതാണ്.
ഇനി ക്യാൻസലേഷൻ എന്നൊരു കേസും കൂടി ഉണ്ട്. GSTയുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ. നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു ഭയങ്കരമായ കച്ചവടം നടക്കുന്നുള്ള പ്രതീക്ഷയിൽ GST എടുത്തു. ഭയങ്കര കച്ചവടം നടക്കുന്ന പ്രതീക്ഷയിൽ GST എടുത്തു. തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത് വിചാരിച്ച പോലെ അല്ല, ഇത് കൈമൊന്നും പോയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ 40 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. GSTയുടെ സൈറ്റിൽ കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും ക്യാൻസലേഷൻ കൊടുക്കാം. 3 ആളുകൾക്ക് ക്യാൻസലേഷൻ കൊടുക്കാം. ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ, രണ്ടാമത്തത് ക്യാൻസലേഷൻ ബൈ ഓഫീസർ, മൂന്നാമത്തത് ക്യാൻസലേഷൻ ബൈ ലീഗൽ ഹയർ. അതായത് നമുക്ക് GSTയുടെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ നിർബന്ധമായ സാഹചര്യം നമുക്ക് വന്നിട്ടില്ല. നമുക്ക് പേഴ്സൺ ലാബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ലിമിറ്റ് നമുക്ക് എത്തിയിട്ടില്ല. ഈ ലിമിറ്റ് ഒന്നും എത്താതെ നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസലേഷന്റെ കേസ് 3 കേസാണ്. ക്യാൻസലേഷൻ ബൈ ഓഫീസർ, ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ, ക്യാൻസലേഷൻ ബൈ ലീഗൽ ഹയർ. അപ്പൊ രജിസ്റ്റേർഡ് പേഴ്സണിന്റെ കേസ് ഞാൻ പറഞ്ഞു, നമുക്ക് സെയിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തത് ഓഫീസറുടെ കേസാണ്. ഓഫീസർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3-4 മാസം നമ്മൾ GST ഫയലിങ്ങും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. GST ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എല്ലാ മാസവും നമ്മൾ സെയിൽസ് കാണിക്കുന്നില്ല, അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് പോയി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫീസർക്ക് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. സുവമോട്ടോ ക്യാൻസലേഷൻ ആയിട്ട് ഇപ്പം തന്നെ വരുന്നുണ്ട് കുറെ എണ്ണം. ചെയ്യാത്ത സ്വമേധയാ ക്യാൻസൽ ആയി പോകുന്ന കേസുകളുണ്ട്. ക്ലിയർ ആയോ? ഇനി റെഗുലർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് 6 months എന്ത് ചെയ്തിട്ടില്ല, അവര് സെയിൽസ് കാണിക്കുന്നില്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഓഫീസർക്ക് ഉണ്ട്. കമ്പോസിഷൻ സ്കീം എടുത്ത ഒരാൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 subsequent ക്വാർട്ടറിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഓഫീസർക്ക് ഉണ്ട്. ക്ലിയർ ആയല്ലോ? GSTയുടെ നിയമത്തിന് എതിരെ പോകുന്ന ആളുകൾ, ഒഫൻസ് ചെയ്യുന്ന ആളുകൾ, ഒഫൻസിന്റെ ഒരുപാട് തരത്തിൽ ഒഫൻസ് ഉണ്ട്. ഏതൊക്കെ ഒഫൻസുകളാണ് ഉള്ളത് അറിയോ? ഒഫൻസ് ഏതൊക്കെ GSTയിലെ ഒഫൻസുകൾ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയോ? ഒരു 4-5-6 ഒഫൻസ് ആക്കി തരംതിരിച്ച ആരെങ്കിലും എന്റെ പേഡ് സെഷനിൽ ഇരുന്ന ആരെങ്കിലും ഉണ്ട്? ഒഫൻസ് 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 ഏതൊക്കെ തരത്തിലുള്ള ഒഫൻസുകളാണ് ഉള്ളത്? GSTയുടെ ഒഫൻസുകൾ ആർക്കെങ്കിലും അറിയോ? ഒഫൻസ് പറയുമ്പോൾ ഒരു 100-126 ഉണ്ട്, പക്ഷെ അത്രയും ഒഫൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാ ഒഫൻസ് ഉള്ളത്? ആരില്ലേ ഇതിനകത്ത്? ഇൻവോയ്സ് ഇല്ലാതെ സെയിൽ ചെയ്താ, ഇൻവോയ്സ് ഇല്ലാതെ സെയിൽ ചെയ്യാം. നേരത്തെ ആരോ ചോദിച്ചില്ലേ? ബില്ലില്ലാതെ സെയിൽ ചെയ്യാം, സാധനം ഇല്ലാതെ ബില്ല് കൊടുക്കാം, വേറെ ആളുടെ GST ബില്ല് എടുത്ത് അടിച്ചു കൊടുക്കാം. ഇതൊരു ഒഫൻസ് ആണ്. പിന്നെ ഏതല്ല ഈ കേസ് സംഭവിക്കട്ടോ? ഇപ്പൊ ബില്ലില്ലാത്ത ആളുകൾക്ക് ഒന്ന് ബില്ല് കൊടുക്കാതെ വെക്കുക, സാധനം കൊടുത്ത് ബില്ല് കൊടുക്കാതെ വെക്കുക, അത് ഒഫൻസ് ആണ്. നേരത്തെ ആരോ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒഫൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ വെറുതെ ബില്ലടിച്ചു കൊടുക്കുക, വെറുതെ ബില്ലടിക്കുക, വെറുതെ ബില്ലടിച്ചു കൊടുക്കുക. അങ്ങനത്തെ കുറെ ആൾക്കാരില്ലേ? കാരണം അടിച്ചു ഒഴിവാക്കാന്നൊക്കെ പറയും. അതാണ് അതിന്റെ കോഡ് അല്ലേ? PV അടിച്ചു ഒഴിവാക്കല്. സമ്പത്തിൽ വേറെ എന്തൊക്കെ അച്ചവടം നടന്നാൽ ലാസ്റ്റ് എന്ത് ചെയ്യും? അടിച്ചു ഒഴിവാക്കും. ഇതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത് നമുക്ക് GST ഇല്ല, വേറെ ആളെ പേരിൽ ബില്ലടിച്ചിട്ട് കൊടുക്കാം. യൂസിങ് അനദർ ബോണഫിഡ് പേഴ്സൺ. ഇതെന്താണ്? ഒഫൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത കേസ് എന്താ? GSTന്റെ ബില്ല് ഒഫൻസ് സിസ്റ്റം പോലെ ഉണ്ട്. ഡോക്യുമെന്റ്സ് മിസ്മാച്ചിങ്. പർച്ചേസ് ബില്ലില്ല, സെയിൽ ബില്ലില്ല, പിന്നെ പേയ്മെന്റ് വൗച്ചർ ഇല്ല, റെസിപ്റ്റ് വൗച്ചർ ഇല്ല, ഇ-വേ ബില്ലില്ല, ഇൻവോയ്സിംഗ് ഇല്ല. ഇങ്ങനെയായിട്ട് നടക്കുന്ന കേസുകൾ. ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡ് ചെയ്യാം, പറ്റിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഉടായ്പ ഉണ്ടാക്കാം. ഫോൾസ് റിട്ടേൺ ഫയൽ ചെയ്യാം, ഫാൾസ് ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, 1 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിൽ അൺമെയ്ഡ് കാണിക്കാം. ഫാൾസ് ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യാം. ഫാൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ഫാൾട്ട് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ എടുക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ പേരിൽ ഡോക്യുമെന്റ് കൊടുത്ത് GST, ഇങ്ങനെയുള്ള ഒരുപാട് ഒഫൻസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു പോകുന്നില്ല. ഈ ഒഫൻസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസർക്ക്, പ്രോപ്പർ ഓഫീസർ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമുക്ക് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അതാണ് ക്യാൻസലേഷൻ ബൈ ഓഫീസർ.
ആദ്യത്തെ കേസ് നമ്മൾ വിചാരിച്ച പോലെ കച്ചവടം നടക്കുന്നില്ലെങ്കിൽ ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ. രണ്ടാമത്തെ കേസിൽ ഓഫീസർ നമ്മൾ ഉടായ്പാണെങ്കിൽ ഓഫീസർ അത് ക്യാൻസൽ ചെയ്യും. മൂന്നാമത്തെ കേസ് ക്യാൻസലേഷൻ ബൈ ലീഗൽ ഹയർ. ഇൻ കേസ് GST രജിസ്ട്രേഷൻ എടുത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇത് പരലോകത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ ലീഗൽ ഹയറിന് എന്ത് ചെയ്യാം, ഈ സംഭവം എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോകാം. ലീഗൽ ഹയറിന് ക്യാൻസൽ, അതായത് ഇപ്പം ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നീട് അയാളുടെ വക്കീലോ അയാളെ നിയമിച്ച ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാൻസൽ ചെയ്യാന്ന് പറയുന്ന സംഭവം ഈസി പ്രോസസ്സാണ്. എന്തെങ്കിലും ബാധ്യതകൾ കൊടുത്തു തീർക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് തീർക്കണം. അങ്ങനെ ഫയൽ ചെയ്യുന്നതോടുകൂടി ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കിട്ടും ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്യാൻസലേഷൻ പ്രോസസ്. ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോഴാ ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാം അയാൾ മരിച്ചു പോയാൽ ക്ലോസ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ബിസിനസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ബിസിനസ് ഒന്നും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ സിൻഡോനെയും പ്രഭാരം സാറേയും എന്ത് ചെയ്തു, 2 പാർട്ട്ണർമാരായി നിയമിച്ചു. അപ്പോൾ എൻ്റെ GST തന്നെ വെച്ചിട്ട് ഇവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ GST എന്ത് ചെയ്യാം, എൻ്റെ അമെൻഡ് ചെയ്തിട്ട് ഈ 3 ആളെ പേരിലൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. 3 ആളെ പേരിലും എന്ത് ചെയ്യാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മാറ്റി പാർട്ട്ണർഷിപ്പിലേക്ക് മാറ്റാം. അതിൽ തന്നെ GST രജിസ്ട്രേഷന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അമെൻമെന്റ് ഓഫ് കോർ ഫീൽഡും അമെൻമെന്റ് ഓഫ് നോൺ കോർ ഫീൽഡ് എന്ന് പറഞ്ഞ 2 ഭാഗങ്ങളുണ്ടാവും അതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് അഡ്വാൻസ് കയറി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, എങ്ങനെ മരിച്ചുപോയി, മരിച്ചുപോയി, കുടുംബക്കാർക്ക് ചെയ്തോടാ, അതിൽ വെച്ചിട്ട് പേര് മാറ്റിട്ട് വേറെ എടുക്കണോ? പേര് മാറ്റിട്ട് ചെയ്യണം. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഞാനിപ്പോ ആതിരന്റെ കയ്യിൽ നിന്നൊരു ഒരു ബൈക്ക് വാങ്ങിയിരിക്കും. ആതിരന്റെ കയ്യിൽ നിന്ന് ബൈക്ക് വാങ്ങി, ഞാൻ അങ്ങനെ ഓടിച്ചു പോവാണ്. ഇപ്പൊ വണ്ടി ആതിരന്റെ പേരിൽ തന്നെയാണ്, ഞാൻ അത് മാറ്റിയിട്ടില്ല എന്നിരിക്കും. ഞാൻ കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോയി ഇടിച്ച് അയാൾ മരിച്ചു. കഷ്ടകാലത്തിന് എന്റെ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. എന്താ സംഭവിക്കാം? ആരെ ആതിര തോന്നും. എനിക്കെതിരെ ഒരു കേസ് വരത്തില്ല. ഞാൻ ആതിരയുടെ വണ്ടി ഓടിച്ചു എന്നുള്ള ഒരു ഒഫൻസ് അല്ലാത്ത വേറൊന്നും ചെയ്യാം, അത് ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതേപോലെ തന്നെ ആണ് വേറെ ആളെ വണ്ടി എടുത്ത് ഓടിച്ചാലുള്ള അതേ കേസ് തന്നെയാണ് വേറെ ആളുടെ GST എടുത്ത് ഓടിച്ചു കഴിഞ്ഞാലും. ഇൻ കേസ് നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ വേറെ ആൾക്ക് നമ്മുടെ ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ GST നമ്മൾ തടിയിൽ നിന്ന് ഊരിയിട്ട് വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഈ ചങ്ങായി ഉണ്ടാക്കുന്ന ഉടായ്പിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തല വെക്കേണ്ടി വരും. കത്തിയോ സാർ, പിന്നെ ഇൻപുട്ട് ടാക്സ് മാത്രം ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമോ? എങ്ങനെ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല. ആക്ച്വൽ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഒഫൻസ് ആണ്, ട്രീറ്റ് ചെയ്യും. അത് ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് വലിയൊരു ഒഫൻസ് ആണ്. GSTയിലെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ആക്ച്വൽ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് വേറൊരാളും അതിന്റെ ഇൻപുട്ട് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും കുറ്റകരമായ കാര്യമാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ മുമ്പ് പറയുന്ന എക്സാമ്പിൾ തന്നെ പറയാം. ഉദാഹരണം, ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറേ സിനാരിയോ ഉണ്ട്, അതൊക്കെ എക്സാമ്പിൾ പറഞ്ഞാലേ തീരത്തുള്ളൂ. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പ്രശ്നമാണ്. അപ്പം ഞാനിവിടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയതുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ കാലങ്ങളായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ബന്ന വന്നിട്ട് എൻ്റെ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ബന്ന പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ബന്ന ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണെന്ന് വിചാരിച്ചോളി. അപ്പോൾ ഇവിടുത്തെ നൂലാമാലകളെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ബന്ന ഒരു 50 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി അവിടെ ഓർഡർ ചെയ്യണം. ബന്നയ്ക്ക് വേണ്ടി എന്തോ ഒരു പ്രോസസ്സിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യണം. ബന്ന പുതിയൊരാളാണ്, ബന്നയ്ക്ക് GST കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു കേസ്. അപ്പൊ ഞാൻ ബന്നനെ കൊണ്ടുപോയി കൺവിൻസ് ചെയ്യാണ്, ബന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും സാധനം എടുക്കാൻ പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ GST ബില്ലിൽ പർച്ചേസ് ചെയ്തോളി. ഇൻപുട്ട് എടുക്കാൻ അപ്പൊ 50 ലക്ഷം രൂപയുടെ ഒരു 28% GST ആണെങ്കിൽ വലിയൊരു സംഖ്യ ഉണ്ടാവും. ഈ സംഖ്യ മുഴുവൻ ഇൻപുട്ടായിട്ട് എവിടെ കയറും?
എന്റെ അക്കൗണ്ട്. കാരണം ആക്ച്വൽ ഗുഡ്സ് ഓഫ് റെസിപ്റ്റ് നടന്നത് ബന്നിന്റെ സ്ഥാപനത്തിലും അതിന്റെ ഇൻപുട്ട് കയറി എവിടെയാ എന്റെ സ്ഥാപനത്തിലും. ആക്ച്വൽ ഗുഡ്സ് അവിടെ നടന്നു, ഇപ്പുറം എന്റെ ഇൻപുട്ടും കയറി നടന്നു. ഈ ഇൻപുട്ട് ഞാൻ ബന്നനോട് പറയുന്നത് എന്റെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് തരാം. ബന്ന എന്തായാലും 50 ലക്ഷം രൂപ കൊടുക്കണം. അതിന് ഞാൻ ബന്നക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, എന്റെ അക്കൗണ്ട് വഴി ചെയ്ത് നിങ്ങൾക്ക് ഞാനൊരു 5 ലക്ഷം രൂപ തരാം. എനിക്ക് ആക്ച്വലി ഒരു 15 ലക്ഷം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോളേ, 5 ആൾക്ക് കൊടുത്താൽ മതി, 10 അവിടെ എന്തായി. ബന്നെ ഹാപ്പിയാണ്, കാരണം 50 കൊടുക്കുന്നിടത്ത് അയാൾക്ക് 5 തിരിച്ചു കിട്ടുമ്പോൾ 45 കൊടുത്താൽ മതി, ബന്നക്കും പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അതിലേറെ ഹാപ്പിയാണ്. അങ്ങനെ എന്റെ അക്കൗണ്ടിൽ വന്ന ഈ പൈസ എനിക്ക് വേണമെങ്കിൽ റീഫണ്ട് അടിച്ച് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാം. ഇസ് ആൻ ഒഫൻസ്. എന്റെ സെയിൽസുമായി ഈ അമൗണ്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇസ് ഓൾസോ ആൻ ഒഫൻസ്. ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് പറയും, ഒരു രക്ഷയില്ല. 100% or 10,000 whichever is higher, അതാണ് അതിന്റെ ഫൈൻ. 100% or 10,000 whichever is higher. അവ ഏറ്റവും മിനിമം സംഭവം നടന്നു കഴിഞ്ഞാൽ മിനിമം 10,000 ഫൈൻ വരും ഈ കേസിന്. 10 ലക്ഷം രൂപയുടെ 50 ലക്ഷം രൂപയുടെ ഒരു അഴിമതിയാണ് നിങ്ങൾ അതിനകത്ത് നടത്തിയെന്ന് ബോധ്യപ്പെട്ട 50 ലക്ഷം രൂപ തന്നെയാണ് അതിന്റെ ഫൈൻ. 100% or 10,000 whichever is higher. ലോവർ അല്ല, ഹയർ. ഏതാണോ കൂടുതൽ അതാണ് ഫൈൻ. ഗ്രേറ്റ്, അത് ചോദിച്ചാൽ നന്നായി. അപ്പൊ GST-യിലെ നിയമങ്ങളിൽ ഒഫൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രോഡുലന്റ് ആണ്, പറ്റിക്കപ്പെടുന്നതാണെന്ന് തോന്നുന്നിടത്തുള്ള എല്ലായിടത്തുള്ളയും ഫൈൻ ഇതാണ്. 100% or 10,000 whichever is higher. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ, ചെറിയ ഒഫൻസുകളൊക്കെ ആണെങ്കിൽ 10% or 10,000 whichever is higher. ക്ലിയർ, സെറ്റ് ആയില്ലേ? ചില കേസുകൾക്കൊക്കെ ഫൈനും പെനാൽറ്റി നമ്മൾ ഇതേപോലത്തെ പഠിക്കണം. ചില കേസുകളിൽ ഇപ്പം ഇംപ്രിസൺമെന്റ് ഇല്ലേ? ഇംപ്രിസൺമെന്റ് ഉണ്ട് ഇല്ലേ? 1 ഇയർ. 1 ഇയർ മാത്രമല്ല, 5 ഇയർ വരെ ഇംപ്രിസൺമെന്റ് ഉള്ള കേസ് ഉണ്ട്. അത് 50 ലക്ഷം ആയതുകൊണ്ട് 1 ഇയർ ഇല്ല, കോടിന്റെ മുകളിലാണ് കിട്ടുക. അല്ല, 50 ലക്ഷം തൊട്ട് 1 crore വരെ 1 ഇയർ ആന്ന് പറയുന്നത്. 1 കോടി, 2 കോടി, 3 കോടി, 5, അങ്ങനെ പോകുന്ന ഓരോ ഇതോ. ഇത് എല്ലാ കേസുകളിലും ഉണ്ട തിന്നാ മാത്രം പോരാ, ഫൈനും കൂടി അടിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞാൽ ജയിലിൽ പോയിട്ട് ഉണ്ടെന്നാ മാത്രം പോരാ, എന്ത് ചെയ്യണം, ഫൈനും പെനാൽറ്റി അടിച്ചാലേ ഊരാൻ കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒരുപാടുണ്ട്, അതിന് ഞാൻ ഇല്ലെന്നില്ല, പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന കാര്യം അപ്പൊ അവരെ സൂചിപ്പിച്ചോ അത് പറഞ്ഞത് മാത്രം. അപ്പൊ GST-യിൽ ഒഫൻസ്, ചിലപ്പോൾ ബില്ലില്ലാതെ സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ഒറ്റയടിക്കാൻ 25,000 രൂപ ഫൈൻ ആ സമയത്ത് എഴുതി തരും. ഉദാഹരണം, ഞാനിപ്പോ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബില്ലില്ലാത്ത സാധനമാണെങ്കിൽ ചോദ്യം ഒന്നും ഉണ്ടല്ലോ, ആദ്യം 25,000 രൂപ അതിന്റെ ഫൈൻ ഇട്ടുതരും, ബാക്കി അതിന്റെ പിന്നാലെ വരും. പിന്നെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? നേരത്തെ ആരോ പറഞ്ഞില്ലായിരുന്നോ, എടുത്തിട്ടില്ലെങ്കിൽ അതിനെ കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഓഫൻസ് ആണ്. GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സാഹചര്യം, അതായത് 40 ലക്ഷം രൂപ കച്ചവടം നടന്നു, നമ്മൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ മുകളിൽ സെയിൽ നടന്നു, ഇപ്പോഴും കമ്പോസിങ് സ്കീം തന്നെയാണ് നിൽക്കുന്നത്. 1.5 കോടിയുടെ ബിസിനസ് നടന്നു, ഇപ്പോഴും കമ്പോസിങ് സ്കീം തന്നെ. ഇത്തരം ബിസിനസ്സുകളൊക്കെ എന്താണ്, ഒഫൻസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പം 4 കേസുകൾ, രജിസ്ട്രേഷന്റെ 4 കേസുകൾ ഏതൊക്കെയാ പറഞ്ഞ? വോളണ്ടറി, കമ്പൽസറി, നോട്ട് റിക്വയർഡ്, പിന്നെ ക്യാൻസലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രജിസ്ട്രേഷൻ ചെയ്യാനും കൂടി എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഏറെക്കുറെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി എന്ന് വിചാരിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനും അപ്പോൾ ഏതെങ്കിലും സമയത്തിൽ പറ്റുവാണെങ്കിൽ ചെയ്യാം. നമുക്ക് ഇനി ബാക്കിയുള്ള ക്ലാസ്സിന്റെ എടുത്ത് തീരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ അതിനകത്ത് ഇനി കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ സംഭവം എന്ത് ചെയ്യാം, ഉപയോഗം ചെയ്യാം. ഇനി അധികം എടുക്കണോ, ഇനി പോവോ? 10 മണിയല്ലേ? ഫാമിലി അവേഴ്സ് ആണ്. അരമണിക്കൂർ ലേറ്റ് ആയി.